പ്രത്യേകിച്ച് ഗുരുവിനെ കുറിച്ച് സംസാരിക്കാൻ ചെല്ലുമ്പോഴൊക്കെ ഗുരുവിൻ്റെ വരികൾ ചൊല്ലാൻ തോന്നും അറിയാതെ. ഫോണൊക്കെ എല്ലാവരും ഒന്ന് സൈലന്റ് മോഡിലാക്കിയാൽ നല്ലതായിരിക്കും. സൈലന്റ് മോഡിലാക്കി തളിപ്പറമ്പിലെ ഖാലിദ്, ഷഫീഖ്, അഷറഫ് 3 പേര് ബാക്ക് ഫുട്ട് എന്ന് പറഞ്ഞിട്ടൊരു ചെരുപ്പ് കട ഉണ്ടായിരുന്നു. അഷറഫിൻ്റെ, ഷഫീഖിൻ്റെ സീലാൻഡ് ഹോട്ടല്, പിന്നെ ഖാലിദ് TP മെഡിക്കൽ ഷോപ്പ്. പണ്ട് ഞാൻ ഗുരു സമാധിയായതിനു ശേഷം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ സഞ്ചിയിൽ പൈസ മുഴുവൻ തീരുമ്പോൾ വരുന്നൊരു സ്ഥലമുണ്ട്. എന്നോട് പറഞ്ഞാൽ പിന്നെ ഒരു 2 ആഴ്ചത്തേക്ക് യാത്രാ ചെലവിനുള്ള പൈസ ഒക്കെ ഇവരെൻ്റെ സഞ്ചിയിലിട്ട് തരും. ഇവിടെ വന്ന് താമസിക്കും, 2 ദിവസം താമസിക്കും. ഞങ്ങൾ പല വിഷയങ്ങൾ ഇങ്ങനെ സംസാരിക്കും. സൂഫിസം, ജീവിതം, വിശ്വാസം, മതം, ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ പലപ്പോഴും എന്നോട് എത്തിച്ചിട്ടുള്ളത് ഈ സൗഹൃദങ്ങളാണെങ്കിലും ഈ യാത്രയിൽ, സഞ്ചി നോക്കിയുള്ള യാത്രയിൽ അടുത്തൊരു സ്ഥലത്തേക്ക് പോകേണ്ട ബസ്സിനുള്ള പൈസ ഇല്ലാതാവുമ്പോൾ ബസ്സിനുള്ള പൈസ കിട്ടാവുന്ന സ്ഥലത്തേക്കാണ് പിന്നത്തെ യാത്ര ഉണ്ടാകുന്നത്. അങ്ങനെ ഏറ്റവും കൂടുതൽ വരാറുള്ള 2 സ്ഥലങ്ങളൊന്ന് തലശ്ശേരിയിലെ ഐഷ ഡോക്ടറുടെ വീടും, പിന്നൊന്ന് ഇവിടെ തളിപ്പറമ്പാണ്. അങ്ങനെ തളിപ്പറമ്പിൽ കുറേ ഞാൻ വന്നു പോയിട്ടുണ്ട്. ഒരു 20 വർഷം മുൻപ് ഒരു 5 വർഷത്തോളം നിരന്തരം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ബന്ധം ഈയിടായിട്ടുണ്ട്. നമ്മൾ ഈ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുന്നത് ഉദാത്തമായ ആശയങ്ങൾ പങ്കുവയ്ക്കുമ്പോഴല്ല, നമ്മളുടെ നിത്യജീവിതത്തെ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ആരെങ്കിലുമൊക്കെ ഒന്ന് തൊടുമ്പോഴാണ് നല്ലൊരു സുഹൃത്തുണ്ടാകുന്നത്. ഒരുപക്ഷെ നാരായണ ഗുരു നമ്മളുടെ അധ്യാത്മ ലോകത്ത് ഇത്രമാത്രം പ്രസക്തനായിരിക്കുന്നതിൻ്റെ ഒരു കാരണം അദ്ദേഹം ആത്മാവിനേക്കാൾ കൂടുതൽ ജീവിതത്തെ തൊട്ടു എന്നുള്ളതുകൊണ്ടാണ്. ആത്മാവിനെയും ദൈവത്തെയും പ്രപഞ്ചത്തെയും തൊട്ട് സംസാരിക്കുന്ന ആശയങ്ങളും വ്യക്തികളും നമുക്കൊരു കുറവുണ്ടായിരുന്നില്ല എല്ലാ കാലത്തും. പക്ഷെ മനുഷ്യപ്പറ്റ് വളരെ കുറവായിരുന്നു. മനുഷ്യനെ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ കുറച്ച് നാളായിട്ടുണ്ട്. നമ്മളെപ്പോഴും അതീതമായ ശക്തികളെയാണ് കൂടുതലും അഡ്രസ്സ് ചെയ്തിരുന്നത്. നൂറ്റാണ്ടുകളായി നമ്മൾ ശീലിച്ചു പോകുന്ന നമ്മുടെ അടിസ്ഥാനപരമായ സ്വഭാവത്തിൽ സമത്വം എന്ന് പറയുന്ന, മര്യാദ എന്ന് പറയുന്നതൊന്നും ഉണ്ടായിരുന്നേയില്ല. അത് ഒരു ഹൈറാർക്കിക്കൽ സ്പീഷീസ് എന്ന നിലയിൽ, ശ്രേണീബദ്ധ ജീവി എന്ന നിലയിൽ ജാതിയുടെയും മതത്തിൻ്റെയും വംശത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ലിംഗത്തിൻ്റെയും ഒക്കെ ഏറ്റക്കുറച്ചിലുകളോടെ തന്നെയാണ് ജീവിച്ചിരുന്നത്. 36 അടി ദൂരെ മാറി സഞ്ചരിക്കണം ചില പ്രത്യേകതരം മനുഷ്യരിൽ നിന്ന് എന്ന് പറയുമ്പോൾ ആ 36 അടി മാറി സഞ്ചരിക്കുന്ന ആളുകൾക്ക് അതൊരു കുഴപ്പമാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. അവർക്കൊരിക്കലും തോന്നിയിട്ടില്ല. അത് അങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണെന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. സദാ ജീവിതം സഹിച്ച് അടിമയെ പോലെ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് തങ്ങൾ കഷ്ടപ്പെടുകയാണ് എന്നുള്ള തോന്നൽ പോലും ഉണ്ടായിട്ടില്ല. കാരണം കഷ്ടപ്പെടലാണ് ജീവിതം എന്നാണ് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നത്. അതൊക്കെ നമ്മുടെ പ്രാരബ്ധ ദുഃഖങ്ങളാണ്, അനുഭവിച്ച് തീരേണ്ടതാണ്. മുജ്ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് ഇപ്പൊ നിങ്ങൾ ദുരിതമായിട്ട് അനുഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനാണ് ഒരു മുസ്ലിം പ്രസംഗിക്കുന്നത്. ഗുജറാത്തില് മനുഷ്യരെല്ലാം കൊന്നൊടുക്കിയത് അവരൊക്കെ നിസ്കരിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ ദൈവം തന്നെ ഒരു പ്രത്യേക മന്ത്രിമാരെ തിരഞ്ഞെടുത്ത് അവിടുത്തെ ഇസ്ലാം മത വിശ്വാസികളായി നിസ്കരിക്കാത്തവരൊക്കെ കൊന്നൊടുക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ് അത്ര കൊന്നൊടുക്കിയത്. വളരെ സത്യസന്ധമായിട്ടാണ് ഇത് പറയുന്നത്. നമ്മൾ വിചാരിക്കും
വിചാരിക്കുന്നത് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. ഈശാവാസ്യ ഉപനിഷത്തിൽ പറയും, അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസ്സിലും വിദ്യയിൽ രമിക്കുന്നവർ അതേക്കാൾ കൂരിരുട്ടിലും വീണു പോകുന്നു. അറിവില്ലായ്മയെ ഉപാസിക്കുന്നവർ ഇരുട്ടിൽ വീണു പോകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അവരുടെ ഉള്ളിലൊരു വിഷമുണ്ടാവും, എന്തോ ഒരു കുഴപ്പം എനിക്കുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാവും. അറിവില്ലായ്മയെ ഉപാസിക്കുന്നവർക്ക്. അറിവിൽ രമിക്കുന്നവരുടെ ഒരു പ്രശ്നം, അവർ 100% സത്യമായ ഒരു കാര്യമാണ് പറയുന്നതെന്ന് നല്ല ഉറപ്പാണ്. അതുകൊണ്ട് അറിവില്ലായ്മയേക്കാൾ അറിവിനെയാണ് ഭയക്കേണ്ടത്. കാരണം അറിവിൽ രമിക്കുകയാണ് ചെയ്യുന്നത്. അവര് അറിവില്ലായ്മയെ ഉപാസിക്കുന്നവരെക്കാൾ ഇരുട്ടിലാണ് വീണുപോകുക എന്നാണ് പറയുന്നത്. അറിവുള്ളവരാൽ ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കുരുതി കൊടുത്തിട്ടുള്ളത്. അറിവില്ലായ്മ ഉള്ളവരാലല്ല. 100% ബോധ്യമാണ് താനീ ചെയ്യുന്നത് ശരിയാണെന്ന്, താനീ ചിന്തിക്കുന്നത് ശരിയാണെന്ന്, താനീ പ്രവർത്തിക്കുന്നതും പറയുന്നതും ശരിയാണെന്ന്. അത് അനുഭവിക്കുന്നവർക്കും അത് ശരിയാണെന്ന് തോന്നിയിരുന്നു നൂറ്റാണ്ടുകളോളം. അങ്ങനെയുള്ളൊരു സാമൂഹികതയിലാണ് നാരായണ ഗുരുവിനെ പോലെയുള്ള ഗുരുക്കന്മാർ വന്ന് ജനിക്കുന്നത്. മനുഷ്യർ തുല്യതയെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചൊക്കെ ചില വ്യക്തികൾ പണ്ട് പാടിയിട്ടുണ്ടെങ്കിലും മനുഷ്യ സമൂഹം സമത്വം, സ്വാതന്ത്ര്യം, തുല്യത, നീതി, തുല്യനീതി എന്നൊക്കെ പറയുന്നത് ഒരു സമൂഹത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ട് ഒരു 500 വർഷം പോലും ആയിട്ടില്ല. ഞാൻ എപ്പോഴും പറയും, ഇങ്ങനെ ഒരു സദസ്സ് 100 വർഷം മുമ്പില്ല, മറ്റ് സ്ത്രീകളോട് ഉണ്ടാവില്ല. അതുകൊണ്ട് 100 വർഷം മുമ്പ് ഉള്ള കാലത്തിലേക്ക് പോയി സമത്വത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ഉമ്മ പറയുന്നത് എപ്പോഴും പറയും. ഉമ്മയുടെ ചോദിക്കും, പഴയ കാലമാണോ ഉമ്മ നല്ലത്, പുതിയ കാലമാണോ നല്ലത്? ഉമ്മ വലിയ ചിന്തകയൊന്നുമല്ല. ഉമ്മ പറയാറ്, നിങ്ങൾ ആണുങ്ങൾക്ക് ഒരു പക്ഷേ പഴയ കാലം നല്ലതായിരിക്കും, ഞങ്ങൾക്ക് എന്തായാലും അല്ല. അത്രയേ ഉള്ളൂ നമ്മളുടെ പഴയ കാലത്തിൻ്റെ ചരിത്രം. വളരെ കുറച്ച് മനുഷ്യർ മാത്രം ജീവിക്കുകയും ബാക്കിയുള്ളവർ മുഴുവൻ അവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്തിരുന്ന ചരിത്രമാണ് മനുഷ്യന്റെ ഭൂതകാലം എന്ന് പറയുന്നത്. അതൊരു വീടായാലും ഒരു നാടായാലും ഈ ലോകമായാലും ഇപ്പോഴും നമ്മളുടെ വീട് ഏകദേശം ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ചെറുപ്പത്തിൽ ഞാനൊരു കൂട്ടുകുടുംബത്തിലാണ് ജനിച്ചത്. അപ്പോൾ ഉമ്മ പറയും, വല്യപ്പ ഹാപ്പി ആണെങ്കിൽ അറിയില്ലായിരിക്കും, ആരെങ്കിലും ചെയ്തു കൊടുത്താൽ. ചിലർക്കത് അറിയില്ല. ഞാനൊക്കെ പിന്നീട് പഠിച്ചത് ശരീരം പല പിള്ളേരും പറഞ്ഞു തന്നു. എന്നിട്ടാണ് നമ്മൾ കുട്ടികളെ നമ്മൾ ബഹുമാനിക്കുന്നത് പറയുന്നത്. ഞാൻ കുട്ടികളെ കുറിച്ചുള്ള പുസ്തകം എഴുതിയപ്പോൾ ഞാനതിൽ പറഞ്ഞൊരു കാര്യമാണ്, ഞാനെൻ്റെ മൊബൈൽ ഹാങ് ആയി കഴിഞ്ഞാൽ ഒരു രീതിയിലും ശരിയാവുന്നില്ലെങ്കിൽ 25 വയസ്സിന് താഴെയുള്ള കുട്ടികളോടെ ചോദിക്കാം, ഞാൻ ശരിയാക്കാം. അവർക്കത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റും. നമ്മളിങ്ങനെ പെടാപാട് വിടുമ്പോൾ അടുത്തിരിക്കുന്ന ഒരു 8 വയസ്സോ 12 വയസ്സുള്ള കുട്ടി പറയും, മാമ അതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ടൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നത് ശരിയാവുന്നു. അത്രയും നമ്മളെക്കാൾ പ്രായോഗിക ജ്ഞാനം കൂടുതലുള്ള കുട്ടികളുടെ കൂടെ നമ്മൾ ജീവിക്കുന്നു. എന്നിട്ട് നമ്മൾ പറയുന്ന കുട്ടികൾ നമ്മളെ ബഹുമാനിക്കണം. അവർക്കത് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, പണ്ട് കൂട്ടുകുടുംബങ്ങളിൽ വല്യപ്പ ഹാപ്പി ആണെങ്കിൽ വീട്ടുകാർക്ക് മുഴുവൻ പൊട്ടിച്ചിരിക്കാം. വല്യപ്പാട് മൂഡ് ശരിയല്ലെങ്കിൽ ആ വീട്ടിലെല്ലാവരും മിണ്ടാതിരുന്നോളൂ. ഒരാൾക്കും സന്തോഷിക്കാനുള്ള അവകാശമില്ല. ഇതിന് പറയുന്ന പേരാണ് ഭൂതകാല ചരിത്രം. അതുകൊണ്ട് അവിടേക്ക് തിരിച്ചുപോയി ഒരു മൂല്യത്തെയും നമുക്ക് പെറുക്കിയെടുക്കാൻ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ എന്നിട്ടും നമ്മൾ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത്, അറിവുള്ള വളരെ സാംസ്കാരികമായി ഉയർന്ന ആളുകൾ പോലും പുതിയ കാലത്തെ കെട്ടകാലം എന്ന് പറയും. ആ പണ്ടത്തെ മൂല്യങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഉറക്കെ സംസാരിക്കാറുണ്ട്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ, നമ്മൾ നമ്മുടെ ചരിത്രം പഠിക്കുമ്പോൾ യുദ്ധങ്ങളുടെയും പകയുടെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും
ജാതിയുടെയും വിഭാഗീയതയുടെയും കഥകളാണ് 90%. വളരെ കുറച്ചേ ഉള്ളൂ മനുഷ്യപ്പറ്റിൻ്റെ കഥകൾ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് 4 കുട്ടികൾ നടന്നു പോകുമ്പോൾ ഒരു നായയെ കണ്ടാൽ 2 കുട്ടി കല്ലെടുക്കുമ്പോൾ 5 കുട്ടി അതിനെ തടയും. പണ്ട് നമ്മളാണെങ്കിൽ 5 ആളും ആരാണ് ഏറ്റവും ശക്തിയായിട്ട് നായയിൽ എറിഞ്ഞത് ആൾക്കാർക്ക് സമ്മാനം ഉണ്ടാകും. ഞാനൊരു ചെറിയ കഥ വായിച്ചിട്ടുണ്ട്, അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഗുരുവിലേക്ക് വരാം. ഒരു പൂന്തോട്ടത്തിൽ 2 കുട്ടികൾ നടക്കാൻ ഇറങ്ങി. 2 കുട്ടികൾ, ഒരു ഏട്ടത്തി അനിയത്തി. കുറേ സമയം തോട്ടത്തിലെ തുമ്പികൾ, പാറിപ്പറക്കുന്ന തുമ്പികളെ നോക്കി ആസ്വദിച്ചിട്ട് അവരകത്തേക്ക് കയറി പോയപ്പോൾ അമ്മ തുമ്പി കുഞ്ഞു തുമ്പിയോട് പറയാണ്, മോളെ, പുതിയ തലമുറയിലെ കുട്ടികളായത് നന്നായി, പഴയ തലമുറയിലെ കുട്ടികളായിരുന്നെങ്കിൽ നമ്മളെ കൊണ്ട് കല്ലെടുപ്പിച്ചേനെ. നമ്മളെന്താ ചെയ്തിട്ടുള്ള, വാലിൽ നൂല് വലിച്ചു കെട്ടി ഒരു കല്ലും കൊണ്ടുവന്ന് അതിനെ പിടിച്ച് വെടിപ്പിക്കും, വാശിക്ക് വട്ടത്തിൽ ഇരുന്നിട്ട്. എന്നിട്ട് പറയാം നമ്മളൊക്കെ ഗംഭീര ആൾക്കാരായിരുന്നു. അപ്പൊ അതൊരു വേറൊരു വിഷയമാണ്. പക്ഷെ നാരായണഗുരുവിന്റെ കാലത്തേക്ക് എത്തുമ്പോൾ പഴയ കാലത്ത് ഉണ്ടായിരുന്ന ആശയങ്ങളിലും ചിന്തകളിലും പ്രവൃത്തികളിലും മനുഷ്യത്വത്തിൻ്റെ അംശം വളരെ കുറവായിരുന്നു എന്ന് തിരിച്ചറിയുകയും ആത്മാവ് എന്ന് പറയുന്ന ഒന്നിൽ നിന്ന് ജീവിതത്തിലേക്ക് മനുഷ്യരെ ഇറക്കിക്കൊണ്ടുവരാനുള്ള നന്മയുടെ ഒരു നനവിൻ്റെ ഒരു തുരുത്ത് അദ്ദേഹത്തിൻ്റെ എല്ലാ ആശയങ്ങളിലും, എല്ലാ വാക്കിലും, എല്ലാ പ്രവൃത്തിയിലും നിരന്തരം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഗുരു എഴുതിയ, ഒരു പക്ഷേ ഗുരുവിൻ്റെ ജീവിത ദർശനം എന്ന നിലയിൽ ഗുരു എഴുതിയിട്ടുള്ള ഒരു കൃതിയിലെ കുറച്ച് വരികൾ ഞാനത് പറഞ്ഞിട്ട് തുടങ്ങി ചൊല്ലിയിട്ട് നമുക്ക് ഗുരുവിൻ്റെ ജീവിത ദർശനത്തെ കുറച്ചും കൂടി ഒന്ന് അടുത്ത് ഞാൻ ഉൾക്കൊണ്ട ദർശനത്തെ അങ്ങനെ പറയാൻ പറ്റും. ഗുരുവിൻ്റെ ജീവിത ദർശനം എന്തായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എന്നെ സ്പർശിച്ചിട്ടുള്ള, ഞാൻ വായിച്ച ഒരു നാരായണ ഗുരുവുണ്ട്. നടരാജ് ഗുരുവിലൂടെയും ഗുരുനിത്യയിലൂടെയൊക്കെ എന്നെ സ്പർശിച്ച ഒരു നാരായണ ഗുരുവുണ്ട്. വളരെ കുഞ്ഞുനാളിൽ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ മുറിപ്പെടുത്തിയിരുന്നത് മനുഷ്യര് ഞങ്ങളും നിങ്ങളും എന്ന് മനുഷ്യരെ വേർതിരിച്ച് പറയുന്നതാണ്. ദൈവത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിലൊക്കെ ഞങ്ങളും നിങ്ങളും എന്ന് വെളിച്ചത്തെ അടിസ്ഥാനമാക്കി തന്നെ, ഇരുട്ടിനെ അടിസ്ഥാനമാക്കിയിട്ടല്ല, വെളിച്ചത്തെ കുറിച്ച് പറയുന്ന മനുഷ്യർ തന്നെ ഞങ്ങളും നിങ്ങളായി പിരിഞ്ഞ് ഞങ്ങളാണ് ശരി, നിങ്ങളുടെ വെളിച്ചം തെറ്റാണ്, ഞങ്ങളുടെ വെളിച്ചമാണ് ശരിയായ വെളിച്ചമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയും നിർബന്ധം പിടിക്കുകയും ചെയ്യുന്നത് കണ്ട് ഒരുപാട് നൊന്നിട്ടുള്ള ഒരു കുഞ്ഞുനാൾ എനിക്കുണ്ട്. ആ യാത്ര പല വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് അവസാനം ഫേൺ ഹില്ലിൽ നാരായണ ഗുരുകുലത്തിൽ നിത്യൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് ഞങ്ങളും നിങ്ങളും എന്നും പറയാതെ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള പല ആശയങ്ങളിൽ വിശ്വസിക്കുന്ന പല ദേശത്തുള്ള മനുഷ്യർ ഒരു സ്ഥലത്ത് ഒരേ ആശയത്തിൽ വിശ്വസിക്കുന്നവരല്ല, ഒരു സ്ഥലത്ത് ഞങ്ങളും നിങ്ങളെന്നും പറയാതെ നമ്മളെല്ലാം മനുഷ്യരാണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു ഇടം, ജീവിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ജീവിക്കുന്ന ഒരു സ്പേസ്, ഒരിടം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അനുഭവിക്കുന്നത് ഫേൺ ഹില്ലിലാണ്. അവിടെ ഈ ഞങ്ങളും നിങ്ങളെന്നുള്ള വാക്ക് ഞാൻ കേട്ടിട്ടേയില്ല. മാത്രമല്ല, ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ ദർശനങ്ങളും, അത് ഫിലോസഫി മാത്രമല്ല, സാഹിത്യവും സംഗീതവും ചിത്രകലയും പലതരത്തിലുള്ള ചിന്തകളും ദർശനങ്ങളും എല്ലാം ഒരുപോലെ കണ്ട് ആഴത്തിൽ ഉൾക്കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കുറച്ച് മനുഷ്യരുടെ ഒരു കൂട്ടം. ഗുരു അതിനെ സിംഫണി ഓഫ് വാല്യൂസ് എന്നാണ് വിളിച്ചത്. പല മതസാരവും ഏകം എന്ന നാരായണ ഗുരുവിൻ്റെ ദർശനത്തിന് ആധുനികമായിട്ടുള്ളൊരു ഭാഷയിലേക്ക് ഗുരു ട്രാൻസ്ലേറ്റ് ചെയ്തത് സിംഫണി ഓഫ് വാല്യൂസ് എന്നാണ്. കാരണം മതം എന്ന് പറയുന്നത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നുള്ള അർത്ഥത്തിലല്ല എന്നും അത് വാല്യൂസ് എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കണമെന്നും പുതിയ കാലം തേടുന്നത്
ഒരു സിംഫണി ഓഫ് വാല്യൂസ് ആണെന്നും ശരിയായ ഒരു ശരിയല്ല ഇനി തേടേണ്ടതെന്നും മനുഷ്യർ സഞ്ചരിച്ചു വന്ന യാത്രകളിൽ മനുഷ്യന് വെളിച്ചം നൽകാൻ സഹായിച്ചിട്ടുള്ള എല്ലാറ്റിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു മാലയിൽ കോർത്തുകൊണ്ട് ഒരു ദർശനമാലയാണ് ഇനി ഉണ്ടാവേണ്ടതെന്നൊക്കെ പറഞ്ഞ ആ നാരായണ ഗുരുവിൻ്റെ ആന്തരിക സ്വച്ഛതയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സ്പേസ് ഞാൻ ആദ്യം കണ്ടുപിടിക്കുന്നത്. ഞാൻ ഒരുപാട് അന്വേഷിച്ച് നടന്ന ഒരിടം കണ്ടെത്തിയ ഒരു ഫീൽ എനിക്കുണ്ടാകുന്നത് പ്രിയങ്കിൽ ഗുരുകുലത്തിലെത്തിയപ്പോഴാണ്. ഒരു പക്ഷേ അവിടെ ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് തത്വചിന്തകൾ പഠിക്കുന്നതിനേക്കാൾ, വളരെ ആഴത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ച് പഠിക്കുന്നതിനേക്കാൾ മനുഷ്യനെ തൊടുന്നതിനെ കുറിച്ച് പറയുന്നതാണ്. ഹൃദയപൂർവം അടുത്തടുത്തിരുന്ന് ചായ പകർന്നു കൊടുത്ത് സ്നേഹം പകർന്നു കൊടുത്തല്ലാതെ നിങ്ങൾ നിങ്ങളുടെ അറിവ് പങ്കുവെക്കരുത് എന്ന് പറയുന്നതിനെ കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുന്നത് അവിടെ നിന്നാണ്. നിങ്ങളുടെ അടുത്തേക്ക് ആര് വന്നിട്ടുണ്ടെങ്കിലേക്ക് ആര് വന്നാലും നാരായണഗുരുവിൻ്റെ ദർശനങ്ങൾ അവിടെ ആരും പഠിപ്പിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ കയറി വരുന്നവർ എന്ത് ചിന്തിക്കുന്നവരാണ്, ഏത് ആശയത്തിൽ വിശ്വസിക്കുന്നവരാണ്, ഏത് മതത്തിൽപ്പെട്ടവരാണ് എന്നൊന്നും നോക്കാതെ ആ വരുന്ന മനുഷ്യന് വെള്ളം കൊടുക്കുക, കുളിക്കാൻ ഉള്ള ഇടം കാണിച്ചു കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, അവരെ നോക്കിയൊന്ന് പുഞ്ചിരിക്കുക. അങ്ങനെ ഒരു ചേർത്ത് പിടിച്ചതിന് ശേഷം മതി ആശയപരമായ ചർച്ചകൾ എന്ന് പറയുന്ന ഒരിടം. അതിനു മുമ്പൊക്കെ ഞാൻ ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ ഞാൻ എൻ്റെ അന്വേഷണമായിട്ട് പല സ്ഥലത്തും പോയിട്ടുണ്ട്. അവർക്ക് എന്നെ ചേർത്ത് പിടിക്കുന്നതിനേക്കാൾ, എൻ്റെ കണ്ണിലേക്ക് സ്നേഹത്തോടെ നോക്കുന്നതിനേക്കാൾ, എന്നെ ഒന്ന് തൊടുന്നതിനേക്കാൾ അവർക്ക് അറിയേണ്ടിയിരുന്നത് ഞാനിപ്പോൾ എന്ത് വിശ്വസിക്കുന്നു, എന്ത് വിശ്വസിക്കുന്നില്ല, എന്ത് ചിന്തിക്കുന്നു, എന്ത് ചിന്തിക്കുന്നില്ല എന്നതിനെ കുറിച്ചാണ്. ആ ഒരു ഹൃദയസ്പർശം വളരെ കുറവായിരുന്നു. നാരായണ ഗുരു തുടങ്ങുന്നത് അവിടെ നിന്നാണ്. കുഞ്ഞുനാളിൽ അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മരുത്താമലയിൽ പോയി അരുവിപ്പുറത്ത് പോയിട്ടും തപസ് ചെയ്തിട്ടൊന്നുമല്ല ഗുരുവിന് ദർശനം രൂപപ്പെട്ടത്. അദ്ദേഹം എന്നും അങ്ങനെയായിരുന്നു. ആ ഒരു ചെറിയ കുട്ടി നടന്നു പോകുമ്പോൾ ഒരു വീട്ടിൽ ഒരു കലത്തിൽ കഞ്ഞി തിളച്ചു മറിയുന്നത് കണ്ട് ഓടിച്ചെന്ന് അത് ഇറക്കി വെക്കുന്നു. ഉടനെ തന്നെ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ അച്ഛനും അമ്മയും എല്ലാവരും ദേഷ്യപ്പെട്ടിരിക്കുന്നു. നീ എന്താണ് കാണിച്ചത്? നമ്മൾ തൊട്ടുകൂടാത്തവരുടെ വീട്ടിൽ പോയിട്ടാണ് നീ ആ കഞ്ഞിക്കല ഇറക്കി വെച്ചിട്ടുള്ളത്. അത് ചെയ്യാൻ പാടുള്ളതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി അച്ഛൻ്റെ അമ്മയുടെയും അമ്മാവിൻ്റെ ഒക്കെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, ഞാനത് ഇറക്കി വെച്ചില്ല എന്നെങ്കിൽ അവർ പട്ടിണി എടുക്കില്ലേ? വല്ലപ്പോഴാണ് അവർക്ക് ഇത്തിരി അരി കിട്ടുക. അമ്മയെ ഞാനത് ഇറക്കി വെച്ചില്ലെങ്കിൽ അവർ പട്ടിണി കിടക്കില്ലേ? അവിടെ കുട്ടി കണ്ട ഒരു കാഴ്ച, ആ ഒരു അരി, ആ ഒരു കലം തിളച്ചു മറിഞ്ഞു പോയാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് അവർക്ക് അരിയൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് മാത്രമാണ്. നമ്മള് മനുഷ്യര്, ഒരുപക്ഷെ മനുഷ്യർക്ക് മാത്രമുള്ള ഒരു ദുരിതം എന്ന് പറയുന്നത് എല്ലായിടത്തും പറയുന്ന ഒരു കാര്യം. നമ്മൾക്കൊരു ജോസഫ്, ഷൗക്കത്ത്, രമേശ് എന്ന് 3 വാക്ക് പറഞ്ഞാൽ, ഷൗക്കത്ത് എന്നുള്ളൊരു വാക്ക് കേട്ടാൽ ആദ്യം നമ്മുടെ ഉള്ളിൽ ഉണരാൻ ശ്രമിക്കുന്ന മനുഷ്യൻ വരില്ല. ജോസഫ് എന്ന ഒരു വാക്ക് പറഞ്ഞാൽ ആദ്യം നമ്മുടെ ഉള്ളിൽ വരിക ക്രിസ്ത്യാനി എന്നാണ്. രമേശ് എന്ന് പറഞ്ഞാൽ ഹിന്ദു എന്നാ വരിക. മനുഷ്യൻ ആദ്യം വരില്ല. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കാം, കോൺഗ്രസ് ആയിരിക്കാം, BJP ആയിരിക്കാം, ഇന്ത്യക്കാരനായിരിക്കാം, കേരളീയനായിരിക്കാം. ഇങ്ങനെ നമ്മളുടെ റിയൽ ആയിട്ടുള്ള നേച്ചറിനോട് ചേർത്ത് വെച്ചിട്ടുള്ള ഐഡന്റിറ്റികൾ മാത്രമാണ് നമ്മളുടെ ബോധത്തിൽ ഉറച്ചു പോയിട്ടുള്ളത്. നമ്മുടെ കോൺഷ്യസ്നെസ്സിന്റെ ഒരു പ്രോബ്ലമാണത്. നമ്മളിൽ ഉറച്ചു പോയിട്ടുള്ളത് മനുഷ്യൻ എന്നത് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ ബ്രെയിനിൽ ഇല്ല. അത് നമ്മൾ എത്ര ഉദാത്തമായി ചിന്തിക്കുന്നവരായാലും ഇല്ല കേട്ടോ. ഒരു പൂച്ചയെ കണ്ടാൽ ഇത് പൂച്ച എന്ന് പറയുന്നത് പോലെ ഇത് മനുഷ്യരാണ്, എൻ്റെ ചുറ്റും ഇരിക്കുന്നതെല്ലാം മനുഷ്യരാണെന്ന് ഞാൻ എൻ്റെ തലച്ചോറിനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുണ്ട്. പക്ഷെ ഹിന്ദു ആണെന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ട, മുസ്ലിം ആണെന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ട, വെള്ള
പണക്കാരനാണ്, കറുത്തവനാണ്, പണമുള്ളവനാണ്, സ്ത്രീയാണ്, പുരുഷനാണ്. സ്ത്രീയാണെന്നും പുരുഷനാണെന്നും പറഞ്ഞു പഠിപ്പിക്കണ്ട, കുട്ടിയാണ്, മുതിർന്നവരാണെന്ന് പറഞ്ഞു പഠിപ്പിക്കേണ്ട. ഇതെല്ലാം അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ബ്രെയിനിൽ. പക്ഷെ നമ്മളെല്ലാവരും മനുഷ്യരാണ്. എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്നെ പോലെ തന്നെ ഒരു മനുഷ്യനാണെന്നുള്ളത് നാച്ചുറലായി ഫങ്ഷൻ ചെയ്യാത്ത ഒരു ജീവിക്ക് പറയുന്ന പേരാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് ജോസഫ് നിൽക്കുന്നത് നമ്മളോട് ഇപ്പോഴും അതല്ലെങ്കിലും ക്രിസ്ത്യാനി എന്നാണ് ബ്രെയിനിൽ ഉണരുള്ളൂ. പിന്നെ നമ്മളതിനെ ക്യാൻസൽ ചെയ്തിട്ട് മനുഷ്യനാക്കണം. നാച്ചുറലായിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഏതെങ്കിലും ഒരു മനുഷ്യൻ കൃത്രിമമായി സൃഷ്ടിച്ച ഏതെങ്കിലും ഒരു ഐഡന്റിറ്റിയാണ്. ഏതെങ്കിലും ഒരു ഐഡന്റിറ്റിയോട് ചേർത്ത് വെച്ചല്ലാതെ ഒരു മനുഷ്യനെ അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതം. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവും ഇല്ലതിൽ എന്ന് നാരായണ ഗുരു പറയുമ്പോൾ അത് എളുപ്പമല്ലാത്തൊരു കാര്യം. പക്ഷെ അദ്ദേഹത്തിന് അത് അങ്ങനെയായിരുന്നു, എന്നും അങ്ങനെ. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴും ആ കുട്ടിയുടെ ബോധത്തിൽ ജാതി തിരിച്ചോ മതം തിരിച്ചോ മനുഷ്യനെ വേർതിരിച്ച് കാണാത്ത, മനുഷ്യനെ മനുഷ്യനായി കാണുന്ന, അത് അതിനു മുമ്പ് മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ചിന്തകൾ ഉണ്ടായിരുന്നു. പക്ഷെ മനുഷ്യനെ മനുഷ്യനായി കണ്ട് ഇടപഴകുന്ന മനുഷ്യർ വളരെ അപൂർവമായിട്ടുണ്ടായിരുന്നു. അത് വളരെ നാച്ചുറലായിട്ട് ഫങ്ഷൻ ചെയ്ത ഒരു സിസ്റ്റം നാരായണ ഗുരുവിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയിലും അതുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ മനുഷ്യനായിരിക്കുന്നതിന്റെ ലക്ഷണം ആ മനുഷ്യൻ കൂട്ടത്തിലായിരിക്കുന്നവരുടെ കൂടെ മാത്രമായിരിക്കില്ല എന്നതാണ്. നമ്മളിപ്പോൾ ഈ കൂട്ടത്തിലായിരിക്കുമ്പോൾ അറിയാതെ നമ്മളുടെ സിസ്റ്റം നമ്മൾ എന്ന് പറഞ്ഞ ഈ കൂട്ടത്തിന്റെ ഭാഗമായിരിക്കും. ഇതിന്റെ പുറത്തുള്ളവരൊക്കെ നമുക്ക് അന്യരായിരിക്കും. അറിയാതെ നമ്മൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതാണ്. നാരായണ ഗുരു എപ്പോഴും ചെയ്തിരുന്ന ഒരു കാര്യമായിട്ട് ഞാൻ വായിച്ചിട്ടുള്ളത്, അദ്ദേഹം അരിവപ്പുറത്ത് പ്രതിഷ്ഠ നിർത്തി പിറ്റേന്ന് രാവിലെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് ചുറ്റും ഭക്തരായിട്ടുള്ള ജനങ്ങൾ അശ്രുവാർത്ത് അഭിമാനത്തോടെ നിറഞ്ഞ മനസ്സോടെ ഇരിക്കുകയാണ്. അപ്പൊ ഗുരു നോക്കുന്നത് ആ കൂട്ടത്തിലേക്ക് വരാതെ രണ്ടുപേര് കുറേ ദൂരെ മാറി നിൽക്കും. ഒരു ചുള്ളിക്കമ്പ്, ഉണങ്ങി വരണ്ട ചുള്ളിക്കമ്പ് പോലെ മെലിഞ്ഞ രണ്ടുപേർ. ഗുരു അതാണ് കാണുന്നത്. ഗുരു അവരെന്താണ് അകലെ മാറി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആരൊന്നും ഉണ്ടെന്നില്ല. കാരണം അത് ജാതിയിൽ കുറഞ്ഞവരാണ്. ഗുരു അവരെ അടുത്തേക്ക് വിളിക്കുക. ഗുരു അവരെ അടുത്തേക്ക് വിളിച്ചിട്ട് അവരെ ചേർത്ത് പിടിച്ച് നിർത്തിയപ്പോൾ ആ രണ്ട് പേരുടെയും ഗുരുവിന്റെയും കണ്ണുകൾ നിറഞ്ഞിരുന്നുവെന്ന് കുറ്റിപ്പുഴയാണ് എഴുതിയിട്ടുള്ളതെന്നാണ് ഞാൻ നടരാജ ഗുരു പറഞ്ഞതായി ഗുരുനിത്യ പറഞ്ഞത് കേട്ടിട്ടുള്ളതാണ്. ഗുരു എപ്പോഴും എവിടെ ചെന്നിരിക്കുമ്പോഴും തനിക്ക് ചുറ്റും ചേർന്നിരിക്കുന്നവർക്ക് പുറത്ത് ആരെങ്കിലും മാറി നിൽക്കുന്നുണ്ടോ, ആരെയെങ്കിലും പുറത്തേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുകയും അല്ലെങ്കിൽ ഗുരു അങ്ങോട്ടേക്ക് ചെല്ലുകയും ചെയ്തിരുന്നു എന്നതാണ് ഗുരു ചെയ്തിരുന്ന ഒരു കാര്യം. ഇത് മനുഷ്യർക്ക് പൊതുവെ നടക്കാത്തൊരു കാര്യം. മനുഷ്യർക്ക് എപ്പോഴും, നമ്മുടെ ബ്രെയിൻ എപ്പോഴും നമ്മളോട് ചേർന്നിരിക്കുന്നവരുടെ കൂടെ ഇരിക്കാൻ താല്പര്യപ്പെടുന്നു. അത് ആശയപരമായാലും, അതിനി വളരെ സമത്വം, അഹിംസയെ കുറിച്ച് സംസാരിക്കുന്ന ആളാണെങ്കിലും, കമ്മ്യൂണിസം പറയുന്ന ആളാണെങ്കിലും, ഇനി സമത്വത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ച് പറയുന്ന ആളാണെങ്കിലും, വർഗീയത പറയുന്ന ആളാണെങ്കിലും, ആരും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ പറയുന്ന ആശയത്തിനോട് ചേർന്നിരിക്കുന്ന കൂട്ടത്തെ മാത്രമേ നമുക്ക് നമ്മുടെ കൂട്ടായിട്ട് ഫീൽ ചെയ്യാറുള്ളൂ. അതിനപ്പുറത്തുള്ളതൊക്കെ അന്യരായിട്ടാണ് നമ്മുടെ സിസ്റ്റത്തിന് ഫീൽ ചെയ്യുക. അതിനെ ബോധപൂർവം ചേർത്ത് പിടിക്കുന്നിടത്താണ് ഒരാൾ മനുഷ്യത്വത്തിലേക്ക് യാത്ര തുടങ്ങുക. ഇത് നമ്മുടെ വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് ഗുരുനിത്യ എപ്പോഴും പറയും. നമ്മുടെ വീട്ടിലെ കുട്ടികളും മുതിർന്നവരും എല്ലാ കാലത്തും അധകൃതരാണ്. ഒരിക്കലും
അതുകൊണ്ട് നാരായണ ഗുരുവിന്റെ ദർശനം ആധുനിക കാലത്ത് പ്രസക്തമായിരിക്കുന്നത് ഇവിടെയുള്ള ഏതെങ്കിലും കുറേ നമ്മളുടെ പുറത്തുള്ള ആരൊക്കെയോ നന്നാവാൻ വേണ്ടിയിട്ടല്ല. മനുഷ്യൻ എന്ന് പറയുന്ന ജീവി, ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയിൽ എങ്ങനെയാണ് മര്യാദ ഉണ്ടാവേണ്ടതെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ജലാലുദ്ദീൻ റൂമി അദ്ദേഹത്തിന്റെ മസ്നവിയിൽ പറയും, മനുഷ്യനല്ല രോഗം, മനുഷ്യനാണ് രോഗം. മനുഷ്യൻ ഇറ്റ്സെൽഫ് ഒരു രോഗമാണ്. കാരണം അവന് ഞാനും ഞങ്ങളും മാത്രമാണ് ശരി. അവനെപ്പോഴും അപ്പുറത്തൊരു തെറ്റുണ്ട്, അപ്പുറത്തൊരു അന്യനുണ്ട്, അപ്പുറത്തൊരു ശത്രുവുണ്ട്. ആ പിണങ്ങിക്കിടക്കുന്ന ഇടങ്ങളെ ഇണക്കമുള്ളതാക്കാൻ നമ്മുടെ ബോധത്തിൽ നാം ഉണർത്തിയെടുക്കേണ്ട വിപ്ലവകരമായൊരു മാറ്റം എന്ന് പറയുന്നത് കരുണയാണ്, അൻപാണ്, അനുകമ്പയാണ്. ഒരു പീഡയറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ട് അകലാതെ ചിന്തയും അരുളാൽ വരും ഇമ്പം അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലലൊക്കെയും ഇരുൾ അൻപിനെ മാറ്റും അല്ലലിൻ കരുവാകും കുരുവാം ഇതേ ദിനം അരുളൻപനുകമ്പമൂന്നിനും പൊരുളുന്നാണ് ഇതു ജീവതാരകം അരുളുള്ളവനാണു ജീവിയെന്ന് ഉരുവിട്ടിടുക ഈ നവാക്ഷരീ. അരുളില്ലയതെങ്കിൽ അസ്ഥിതോൽസിര നാറുന്ന ഒരുടമ്പുതാനവൻ മരുവിൽ പ്രവഹിക്കുമമ്പു അപ്പുരുഷൻ നിഷ്ഫലഗന്ധപുഷ്പമാം. ഒരുവനു നല്ലതും അന്യന് അല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടേണം. പരന് പരം പരിതാപമേകിടുന്നോർ എരിനരകാബ്ധിയിൽ വീണ് എരിഞ്ഞിടുന്നു. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു. ജഗതിയിൽ ഈ മതം ഏകമെന്ന് ചിന്തിച്ച് അഘമണയാതെ അകതാരമർത്തിടേണം. അവൻ ഇവൻ എന്നറിയുന്നതൊക്കെയോർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന്നു സുഖത്തിനായി വരേണം. അവരനു വേണ്ടി അകർന്നി
നിമിഷം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയ കർമ്മം അവനു വേണ്ടി മാത്രം. നാരായണ ഗുരുവിന്റെ ദർശനങ്ങളിലൊക്കെ പറയാൻ ശ്രമിച്ചത് ആധുനിക മനഃശാസ്ത്രജ്ഞന്മാരും ന്യൂറോ സയന്റിസ്റ്റുകളൊക്കെ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യൻ ഇത്രമാത്രം സംഘർഷം അനുഭവിക്കുന്നത്, മനുഷ്യൻ ഇത്രമാത്രം വലിഞ്ഞു മുറുകലുകൾ അനുഭവിക്കുന്നത് അറിവില്ലാത്തത് കൊണ്ടല്ല, സമ്പത്തില്ലാത്തത് കൊണ്ടല്ല, ഉദാത്തമായ ആശയങ്ങളുടെ കുറവ് കൊണ്ടുമല്ല, അലിവിന്റെ കുറവ് കൊണ്ടാണ്. എൻ്റെ ടെറിട്ടറിക്ക് വെളിയിലുള്ളതിനോട്, എൻ്റെ ടെറിട്ടറിക്ക് വെളിയിലുള്ളതിനോട് ഉത്തരവാദിത്വം തോന്നുന്ന ബോധത്തിന് പറയുന്ന പേരാണ് അലിവ്. എൻ്റെ ടെറിട്ടറിക്കുള്ളിലുള്ളതിനോടല്ല. ഞാൻ നിശ്ചയിച്ചു വെച്ചിട്ടുള്ള, എൻ്റെ ബോധം നിശ്ചയിച്ചു വെച്ചിട്ടുള്ള, ഞാൻ ജനിച്ചതിന് ശേഷം എൻ്റെ ബോധാനുഭവം നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ഒരു ടെറിട്ടറി ഉണ്ട്. നാരായണ ഗുരു ആത്മോപദേശത്തിൽ പറയും, അറിവിലിരുന്ന് ഒരു അഹന്ത ആദ്യമുണ്ടായി വരും, അതിനോട് ഒരു ഇതന്ത വാമയായും വരും. ഇവ രണ്ട് ഉലഭങ്ങൾ പോലെ മായാമരമഖിലം മറിയെ പടർന്നിടുന്നു. നമ്മുടെ ബോധത്തെ കുറിച്ച് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയതല്ല, നമ്മളിൽ ഉണ്ടായി വന്നത്. ബോധത്തിൽ ആദ്യം ഉണരുന്ന സ്പന്ദനം ഞാൻ എന്ന് പറയുന്നതാണ്. രണ്ടാമത്തേത് എൻ്റേത് എന്ന് പറയുന്നതാണ്. ഇങ്ങനെ ഞാനെന്നും എൻ്റേത് എന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു വള്ളിപ്പടർപ്പ് പോലെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതാണ് എൻ്റെ ജീവിതം. അതിൽ എൻ്റേതല്ലാത്തത് എന്നും ഞാനല്ലാത്തതെന്നും ഞാൻ അകറ്റി നിർത്തിയിട്ടുള്ളതും എൻ്റേത് എന്ന് പറഞ്ഞ് ഞാൻ ചേർത്ത് വെച്ചിട്ടുള്ളതും ചേർന്നുള്ള സംഘർഷമാണ് ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ലൈഫിന്, എൻ്റെ തലച്ചോറിൽ കുറച്ച് അയവുണ്ടാകണമെങ്കിൽ ഞാനെന്നും എൻ്റേതെന്നും പറഞ്ഞ ആ ഫ്രെയിമിൽ മാത്രം പുലുകി ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സ്വസ്ഥത ഉണ്ടാവില്ല. എല്ലാം ഉണ്ടാവും, ഉണ്ടാക്കിയത് മുഴുവൻ എനിക്ക് സ്വസ്ഥത നൽകുമെന്ന വിശ്വാസം മാത്രമേ ഉണ്ടാവൂ, സ്വസ്ഥത ഉണ്ടാവില്ല. നമ്മുടെ തലച്ചോറിന് സ്വസ്ഥത ഉണ്ടാവണമെങ്കിൽ ഞാനെന്നും എൻ്റേതെന്നും പറഞ്ഞ് ഞാൻ കെട്ടിപ്പൊക്കിയ എൻ്റെ മതിൽക്കെട്ടിന് പുറത്തേക്ക് എൻ്റെ കൺസേണിൻ്റെ കൈ നീണ്ടു ചെല്ലേണ്ടതുണ്ട്. അവിടെ നമുക്ക് അയവുണ്ടാവും. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. നമുക്ക് നിർബന്ധിതമായ ഉത്തരവാദിത്തമില്ലാത്ത ഒരാളെ, ഒരു ചെടിയെ, ഒരു പൂച്ചയെ, ഒരു നായയെ നമ്മൾ സഹായിച്ച ദിവസമായിരിക്കും ഏറ്റവും നന്നായിട്ട് നമ്മൾ ഓർമ്മിയിട്ടുണ്ടാകുക. എൻ്റെ വീട്ടുകാരെ സഹായിച്ച ദിവസമായിരിക്കില്ല. കാരണം അവിടെ ആ വലിഞ്ഞ മുറുകലിന് ഒരയവുണ്ടാവുക. മനുഷ്യൻ്റെ നമ്മളെല്ലാവരും നമ്മളുടെ ജീവിതത്തിൽ ഇത്രമാത്രം സംഘർഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, പല കാരണങ്ങളുണ്ട്, ഒന്ന് നമുക്ക് അരുളില്ലാത്തതാണ്. ഇവിടെ ഗുരു പറയുന്നത് അരുളാൽ വരും ഇമ്പം, അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലലൊക്കെയും, ഇരുൾ അൻപിനെ മാറ്റും അല്ലലിൻ കരുവാകും കുരുവാമിതേതിനും. വളരെ നെഗറ്റീവ് എന്ന് പറയുന്നത് പോലെ ഒരുപക്ഷെ ഒരു നിഷേധാത്മകമായ ഭാഷ വളരെ കുറച്ചു വരികളിൽ മാത്രമേ ഗുരു ഉപയോഗിച്ചിട്ടുള്ളൂ. അരുളില്ലയതെങ്കിൽ അസ്ഥിതോൽസിര നാറുന്ന ഒരുടമ്പുദാനവൻ. അങ്ങനത്തെ വാക്കുകളൊന്നും ഗുരു ഉപയോഗിക്കാറില്ല. പരന് പരമ്പരിതാപമേകിടുന്നോർ എരി നരകാബ്ധിയിൽ വീണെരിഞ്ഞിടുന്നു. എന്താണ് ആത്മാവിന് വിരുദ്ധമായ കാര്യം? ആത്മാവെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും വിരുദ്ധമായിട്ടുള്ള കാര്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഗുരു ധ്യാനിക്കാതിരിക്കുന്നതോ, പ്രാർത്ഥിക്കാതിരിക്കുന്നതോ, സ്വാധ്യായം ചെയ്യാതിരിക്കുന്നതോ, അറിവ് നേടാതിരിക്കുന്നതോ ആണെന്നല്ല പറയുന്നത്. പണ്ട് അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. നിങ്ങൾ ജപിക്കാതിരിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുന്നത്, നിങ്ങൾ ധ്യാനിക്കാതിരിക്കുന്നത്, നിങ്ങൾ രാവിലെ ആയിട്ട് കുളിക്കാതിരിക്കുന്നത്, നിങ്ങൾക്കൊരു
കൃത്യമായ ചര്യയില്ലാതിരിക്കുന്നത്, നിങ്ങൾ വിശ്വാസിയല്ലാതിരിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മളുടെ ആത്മാവിന് അല്ലെങ്കിൽ ദൈവത്തിനെതിരായ കാര്യം എന്നാണ് പറഞ്ഞിരുന്നത്. അവിടെ ഇതൊക്കെ ചെയ്താൽ മതി, നിങ്ങൾ ജപിച്ചാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി, ദൈവത്തിൽ വിശ്വസിച്ചാൽ മതി, ധ്യാനിച്ചാൽ മതി, യോഗ ചെയ്താൽ മതി, നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാകും, സമാധാനം ഉണ്ടാകും, അത് ദൈവത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കും, ആത്മാവിലേക്ക് നിങ്ങൾ അടുപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നിടത്ത് ആത്മവിചാരം ചെയ്യാനല്ല അവർ പറയുന്നത്. ആത്മവിചാരം ചെയ്തിട്ടല്ല ഒരാൾക്ക് സ്വസ്ഥത ഉണ്ടാകുന്നത്. ആത്മവിരോധമായ ഒരു കാര്യം ആത്മവിചാരം ചെയ്യാതിരിക്കലല്ല. ആത്മാവിനോട് ചേർന്ന ഒരു കാര്യം ആത്മവിചാരം ചെയ്യലുമല്ല. ആത്മാവിന് വിരോധമായ ഒരേ ഒരു കാര്യമുള്ളൂ, ഒരുവനും നല്ലതും അന്യന് അല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടയണം. നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നൂറ്റാണ്ടുകളായിട്ട് ആ ഒരു ഓർമ്മ നമുക്കില്ല. ഇന്നിപ്പോ മനുഷ്യരത് ആഴത്തിൽ മനസ്സിലാക്കി വരുന്നുണ്ട്. കമ്പേഷൻ എന്നുള്ള വാക്ക് ലോകവ്യാപകമായി. പണ്ടൊന്നും മനഃശാസ്ത്രം പറയുന്നവരൊന്നും കമ്പേഷൻ എന്നുള്ള വാക്കൊന്നും അധികം ഉപയോഗിച്ചിരുന്നില്ല. രോഗത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കമ്പേഷനേറ്റ് ആവുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം നമ്മളുടെ സൂക്ഷ്മമായ നാഡീ ഞരമ്പുകളുടെ വലിഞ്ഞു മുറുകലുകളിൽ ഒരയവുണ്ടാവണമെങ്കിൽ ഇനി കരുണ കൊണ്ടേ പറ്റും, കമ്പേഷനേറ്റ് ആയാലേ പറ്റും. അതുകൊണ്ട് ആത്മവിരോധമായ കാര്യം എൻ്റെ ജീവിതത്തിൻ്റെ ആഴത്തെ സ്പർശിക്കുന്നതിൽ നിന്ന്, എൻ്റെ ജീവിതത്തിൻ്റെ സത്തയെ സ്പർശിക്കുന്നതിൽ നിന്ന് എന്നെ അകറ്റി നിർത്തുന്നത് ഒരുവനും നല്ലതും അന്യന് അല്ലലും ചേർപ്പൊരു തൊഴിലാണ്. എൻ്റെ നന്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ എൻ്റേത് എന്ന് ഞാൻ കരുതുന്ന ഒരു കൂട്ടത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിൽ അതിന് പുറത്തുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, സങ്കടമുണ്ടാക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ജീവിതത്തിന് ദുരിതം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ആത്മവിരോധം. പിന്നെ ഒരു തുടർന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ എത്ര പരിശ്രമിച്ചാലും എത്ര നമ്മൾ വിചാരിച്ചാലും നമ്മളുടെ സമാധാനത്തിന് വേണ്ടി ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം അറിയാതെയെങ്കിലും മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ നോവുണ്ടാക്കി പോയേക്കും. നമുക്ക് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ വീട് വിട്ട് ഇറങ്ങി പോകുമ്പോൾ എൻ്റെ ഉമ്മ എന്തായാലും വിഷമിച്ചിട്ടുണ്ട്. പിന്നെ ഞാനവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ ആ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുകയായിരുന്നെങ്കിൽ ഞാൻ ഗൾഫിൽ പോയി ഏതെങ്കിലും ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നത്. ഇവിടെ ഇപ്പം നിങ്ങളുടെ മുമ്പ് എങ്ങനെ വന്ന് നിൽക്കില്ല. ഇതിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചാൽ പെട്ടു. പണ്ട് ജലാലുദ്ദീൻ റൂമി ഒരു ഗംഭീര ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു മാൻപേട തൻ്റെ കുട്ടികളുമായിട്ട് പുൽമേട്ടില് കുറച്ച് നേരം അവിടെ ഇരിക്കും. കാരണം ഇത് നമ്മളൊരു പ്രോഗ്രാമായിട്ട് കണ്ടു. എനിക്ക് വർത്താനം മുറിഞ്ഞു പോയി. സോറി കേട്ടോ, ഇത് വരൂല. ഞാനിങ്ങനെ വരുന്നത് ഇങ്ങനെ പറഞ്ഞു പോവാം. അപ്പൊ അതൊരു ബ്ലോക്ക് വരും. ശരിക്കും ഒരു പുൽമേട്ടില് പുല്ല് മേഞ്ഞ് നിൽക്കുകയാണ്. തൊട്ടപ്പുറത്ത് ഒരു സിംഹം ഒരു പാറയുടെ പിന്നില് ഒളിഞ്ഞിരിക്കുകയാണ് ഈ മാനിനെ പിടിക്കാൻ വേണ്ടി. ഇത് കണ്ടുകൊണ്ട് റൂമി എന്ന് പറയുന്ന കവി ചോദിക്കുകയാണ്, തൻ്റെ ഗുഹയിൽ തങ്ങൾക്ക് ഭക്ഷണവുമായി കാത്തിരിക്കുന്ന സിംഹക്കുഞ്ഞുങ്ങളുണ്ട്. ആ സിംഹക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണോ, അതോ ആ തൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം പുല്ല് മേഞ്ഞ് നിൽക്കുന്ന ആ മാൻപേടയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം? നമ്മളെല്ലാവരും മാനിന് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ ഒരു കവിക്ക് മാനിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതാണ് നമ്മളും കവിയും തമ്മിലുള്ള വ്യത്യാസം. വിയത്തിലിരുന്ന് ക എന്ന് ചോദിക്കുന്നവനാണ് കവി എന്ന്, കവി എന്ന വാക്കിന്റെ അർത്ഥം പറയാറുണ്ട് ഗുരുനിത്യ. ആകാശത്തിലിരുന്ന് ക എന്ന് ചോദിക്കുന്നത്. നമ്മൾ നമ്മളുടെ ബോധത്തിലിരുന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ആ സിംഹം ആ മാനിനെ പിടിക്കരുതേ എന്നാണ് കൊതിക്കുക. പക്ഷെ നമ്മൾ കുറച്ച് പരിണാമ ചരിത്രം മനസ്സിലാക്കിയാൽ ഒരു സിംഹത്തിന് ഒരു ഇരയെ കിട്ടണമെങ്കിൽ നല്ല പാടാണ്. ഒരു ദിവസം മുഴുവൻ മെനക്കെട്ടാലാണ് ഒരു ഇരയെ കിട്ടുള്ളൂ. കാരണം തന്നേക്കാൾ വേഗതയിൽ ഓടാവുന്ന രീതിയിലുള്ള ഇരകളാണ് പരിണാമപരമായി രൂപപ്പെട്ടിട്ടുള്ളത്. മാനിനൊക്കെ പിടിക്കാൻ അത് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഒളിഞ്ഞിരുന്ന്
പരമാവധി പതുങ്ങി 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 അടുത്തെത്താതെ ഒരിക്കലും ഒരു മാനോ പുലിയോ മാനിന്റെ പിന്നാലെ പിടിക്കാനോ ഓടില്ല. കാരണം ഒരിക്കലും കിട്ടില്ല എന്ന് അവർക്കറിയാം. മാനിനാണെങ്കിൽ എല്ലായിടത്തും ഭക്ഷണം, എവിടെ പോയാലും ഒരു മാനിന് ജീവിക്കാനുള്ള ഭക്ഷണമുണ്ട്. ഒരു പുലിക്കും സിംഹത്തിനും അപൂർവമായി കിട്ടുന്ന ഒന്നാണ് നല്ലൊരു ഫുഡ്. അതും നല്ല പണിപ്പെട്ടല്ലേ കിട്ടും. പതുങ്ങിയിരുന്ന് കഷ്ടപ്പെട്ട് നമുക്ക് ഒരിക്കലും കഷ്ടം തോന്നിയിട്ടില്ല. ഒരു പുലി പതുങ്ങിയിരുന്ന് തന്റെ ഇരയ്ക്ക് വേണ്ടി നടത്തുന്ന കഷ്ടപ്പാടൊന്നും നമുക്ക് കഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. നമ്മള് കാരണം ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന് മരിക്കാൻ സാധ്യതയുള്ള സിംഹക്കുഞ്ഞിനെ കണ്ടിട്ടില്ല. അപ്പൊ ഇത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നമ്മളോട് ചോദിച്ചാൽ, ഈ കവിയുടെ ഒരു ഇതിൽ നിന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടുപോകും. നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കിട്ടില്ല. അതുകൊണ്ട് നമ്മളുടെ കരുണ എന്ന് പറയുന്നത്, നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് നാച്ചുറലായി ഞാനെന്നും എൻ്റേതെന്നും പറയുന്ന ആ ഫ്രെയിമിന്റെ പുറത്തേക്ക് വരില്ല. നമ്മൾ എത്ര അറിവുള്ളവരായാലും വരില്ല. നമ്മളിന്ന് ഈ ലോകത്തിലെ സമത്വ സുന്ദരമായ ലോകത്തെക്കുറിച്ച് എന്തൊക്കെ ചിന്തിച്ചാലും, എത്ര അറിവുള്ളയാളായാലും അലിവ് നാച്ചുറലായി നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുക എൻ്റേത് എന്ന് തോന്നിയിരുന്നതിനോട് മാത്രമായിരിക്കും. എൻ്റെ മക്കളോട്, എൻ്റെ അച്ഛനോട്, എൻ്റെ അമ്മയോട്, എൻ്റെ ഭാര്യയോട്, ഭർത്താവിനോട്, അങ്ങനെ കുറച്ച് പേര് അത് ചുറ്റപ്പെട്ട് കിടക്കും. ബാക്കിയുള്ളതൊക്കെ നൈമിഷികമായി ഉണർന്ന് ഇല്ലാതായി പോകുന്ന സൂപ്പ് കൊണ്ടുള്ളതാണ് നമ്മുടെ കാര്യം. അതിന് നമ്മൾ 1000 കൊല്ലം ധ്യാനിച്ചാലും അങ്ങനെ തന്നെ ആയിരിക്കും. ധ്യാനിച്ച് കരുണ കൂട്ടാൻ പറ്റില്ല. ചെയ്തേ കൂട്ടാൻ പറ്റും. പ്രവൃത്തിയിലൂടെ അല്ലാതെ തലച്ചോറിനൊന്നും മനസ്സിലാവില്ല. ആശയങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ഇടമല്ല തലച്ചോറ്. ആശയങ്ങൾ കുത്തി നിറയ്ക്കാൻ പറ്റും. അത് സിസ്റ്റത്തിലേക്ക് സംശീകരിക്കപ്പെടണമെങ്കിൽ, അത് നമ്മളുടെ ഹോൾ എക്സിസ്റ്റൻസിന്റെ ഭാഗമായി തീരണമെങ്കിൽ, എൻ്റെ തലച്ചോറ് ഞാൻ കുത്തി നിറച്ച ആശയങ്ങൾ പ്രാവർത്തികമാക്കി തുടങ്ങണം. ക്ഷമയെക്കുറിച്ച് ദിവസവും നമ്മൾ ധ്യാനിച്ചാലും ക്ഷമിച്ച് ശീലിക്കാതെ ക്ഷമ ബ്രെയിനിന് മനസ്സിലാവില്ല. നമ്മൾ വളരെ പീസ്ഫുള്ളായ അന്തരീക്ഷത്തിലിരുന്ന് ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉദാത്തമായ ആശയങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറുമ്പോൾ നമ്മളുടെ ക്ഷമിക്കേണ്ട ഇടം അവിടെ വരുന്നില്ല എന്നതുകൊണ്ടാണ് നമ്മൾ നല്ലതായിട്ടിരിക്കുന്നത്. ഗുരു ഉപയോഗിക്കുന്ന മനോഹരമായ ഒരു വാക്ക്, അകമണയാതെ അകതാരമർത്തിടണം. പെട്ടെന്ന് നമ്മൾ നന്നാവാൻ പറ്റില്ല എന്ന് ഗുരുവിന് നന്നായിട്ട് അറിയാം. മനുഷ്യന് അങ്ങനെ പെട്ടെന്ന് നന്നാവാൻ പറ്റുന്ന ഒരു ജീവിയല്ല. വളരെ ബുദ്ധിമുട്ടാണ്. നല്ലൊരു മനുഷ്യനാവാൻ ഇത്രയും പ്രയാസമുള്ള ഒരു ജീവി വേറെയില്ല. ഇത്രമാത്രം സാഹിത്യവും തത്വചിന്തകളും കവിതയും സംഗീതവും സിനിമകളും ഒക്കെ ഉണ്ടായാലും ഒരാൾ അറിയാതെ തൊഴിൽ തട്ടിയാൽ നമ്മളൊരു നോട്ടം നോക്കില്ലേ? അറിയാതെ തട്ടിയാൽ മതി. ആ നോട്ടത്തിൽ നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാക്കിയാൽ നമ്മൾ തിരിച്ചറിയുന്ന ഒരു മൊമെന്റാണ്. നോക്കിപ്പോക്കുള്ളൂ. അറിയാതെ അയാൾ തട്ടിയതായിരിക്കുമെന്ന് ആദ്യം ചിന്ത വരുന്ന ഒരാളെങ്കിലും ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവും. അപൂർവമായിട്ടുണ്ടാവും. രണ്ടാമതേ വരുന്നത്. അതിൻ്റെ അർത്ഥം ട്രാൻസ്ഫോർമേഷൻ സാധ്യമല്ലാത്ത കോൺഷ്യസ്നെസ്സിന്റെ ഉടമകളാണ് നമ്മൾ. ഞാൻ മാറി എന്ന് പറയാനേ പറ്റും. സദാ ശ്രദ്ധയോടെ ഇരിക്കുന്ന ഒരാൾക്ക് മാത്രമേ നല്ല മനുഷ്യനായിട്ടിരിക്കാൻ പറ്റൂ. തെറ്റിനെപ്പോഴും പറയാം. ഇടയ്ക്കിടയ്ക്ക് പറയാം കയ്യിൽ നിന്ന് പോയിടുമെന്ന് പറയും. ആരെങ്കിലുമൊക്കെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യന്മാരൊക്കെ അത് വ്യാഖ്യാനിക്കും. ആ ചീത്ത ഗുരുവിൽ നിന്ന് വന്നതല്ലാന്നും അത് ശിഷ്യനെ മാറ്റാൻ വേണ്ടി ബോധപൂർവ്വം ഉണ്ടാക്കിയത്. പുള്ളി അതൊരിക്കലും പറയാറില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് നമുക്ക് ഇത്ര ഇഷ്ടം. കയ്യിൽ നിന്ന് പോയി എന്ന് പറയും. അങ്ങനെ സാധാരണ ഗുരുക്കന്മാർ പറയാറില്ല. കാരണം അവർക്ക് തെറ്റുപറ്റില്ല. അവര് ഒരു 3 ദിവസം നമ്മൾ മഹാനെന്ന് കരുതുന്ന ഒരാളുടെ കൂടെ 3 ദിവസം താമസിച്ചാൽ പിന്നെ ആ ആളെ ഒരു മനുഷ്യനായിട്ടല്ലാതെ മഹാനായി ഒരിക്കലും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. 3 ദിവസം താമസിച്ചാൽ ഗുരുനിത്യം 3-ാമത്തെ ദിവസം മുതൽ എനിക്ക് നല്ല സുഹൃത്ത്, എന്നെ പോലെ ഒരു മനുഷ്യനാണ്. പിന്നെയും എന്തുകൊണ്ടാണ് നമ്മൾ മഹത്വം അനുഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുരു പറയുന്ന ദർശനം ഞാൻ ആ മനുഷ്യനിൽ കണ്ടിട്ടുണ്ട്. ഞാൻ അവസാനത്തെ
4.5 വർഷമാണ് അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചത്. അപ്പോൾ അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം, സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു, ജഗതിയിൽ ഈ മതം ഏകമെന്ന് ചിന്തിച്ച് അഖമണയാതെ അകതാരമർത്തിടണം എന്ന് പറയുന്ന ഈ ഒരു മന്ത്രം ഞാൻ പഠിച്ചത്. നമ്മൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റിയിരുന്നില്ല, ഇപ്പോഴും പറ്റുന്നില്ല. എനിക്കെപ്പോഴും എനിക്കൊപ്പത്തിനൊപ്പമുള്ളവരെയും അതിന് മുകളിലുള്ളവരോടും മാത്രമേ നമ്മുടെ തലച്ചോറിന് റെസ്പെക്റ്റ് തോന്നുള്ളൂ. തലച്ചോറിന്റെ കാര്യമാണ്. നമ്മളൊക്കെ നമ്മളുടെ തലച്ചോറ് പറയുന്നത് കേട്ട് ജീവിക്കുന്നവരാണ്. നമ്മളുടെ തലച്ചോറിന്റെ ഒരു പ്രത്യേകത, ചിന്തിക്കുന്നവരാണ് എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും നമ്മൾ ഫോളോ ചെയ്യുന്നവരാണ്, ചിന്തിക്കുന്നവരല്ല. ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരല്ല നമ്മൾ. നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ഉണർവുകൾ എന്താണോ അതിനെ ഫോളോ ചെയ്യണം. ദേഷ്യം വരുമ്പോൾ ദേഷ്യം പിടിക്കുക, സ്നേഹം വരുമ്പോൾ സ്നേഹിക്കുക, വെറുപ്പ് വരുമ്പോൾ വെറുക്കുക, ഒരാളെ ചേർത്ത് പിടിക്കാൻ തോന്നുമ്പോൾ ചേർത്ത് പിടിക്കുക, തള്ളി മാറ്റാൻ തോന്നുമ്പോൾ തള്ളി മാറ്റുക. അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്താൻ അറിവിനെ മുഴുവൻ ഉപയോഗിക്കുക. എനിക്കൊരാളെ തള്ളി മാറ്റണം, ഉടനെ ഞാൻ എൻ്റെ ബോധത്തിലെ എല്ലാ അറിവും അവിടേക്ക് വന്നിട്ട് അയാളെ തള്ളി മാറ്റേണ്ടതിൻ്റെ ന്യായീകരണങ്ങൾ മുഴുവൻ നമുക്ക് നിരത്തി തരും. തള്ളി മാറ്റേണ്ട ഒരാളെ ഞാൻ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ന്യായീകരണം നമ്മുടെ തലച്ചോറ് നാച്ചുറലായി നമുക്ക് തരില്ല. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണോ ഉണർന്നു വരുന്നത്, സ്നേഹം വന്നാൽ ചേർത്ത് പിടിക്കേണ്ടത് വരും. പക്ഷെ നമ്മുടെ ബോധത്തിൽ എന്താണോ ആദ്യം ഉണരുന്നത്, ഈ ആദ്യം ഉണരുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ നൂറ്റാണ്ടുകളായി ആർജിച്ചെടുത്ത നമ്മുടെ സംസ്കാരം നമ്മുടെ തലച്ചോറിൽ ഫങ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്ര അറിവുണ്ടായിട്ട് നമ്മൾ ഇത്രയും വിഭാഗീയതയിൽ കഴിയുന്നത്. അവിടെയാണ് ഗുരു പറയുന്നത്, അഖമണയാതെ അകതാരമർത്തിടണം. നിനക്ക് 100% ശരിയെന്ന് തോന്നുന്ന ആളുകളെ മാത്രം ചേർത്ത് പിടിക്കാനും അവരോട് മാത്രം ചേർന്നിരിക്കാനുമാണ് നിന്റെ കോൺഷ്യസ്നെസ് സ്വാഭാവികമായി പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം, സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു, ജഗതിയിൽ ഈ മതം ഏകം എന്ന് ചിന്തിച്ച് ഗുരു നമ്മളോട് പറയണമെന്ന് ചിന്തിക്കൂ. ഞാൻ ഗുരുവിന്റെ ജീവിത ദർശനമല്ലേ, നമ്മളോടൊന്ന് ചിന്തിക്കാൻ ഗുരു പറയാൻ ആവശ്യപ്പെടാം. നമ്മളൊക്കെ ചിന്തിക്കുന്നവരാണ് എന്ന് പറയുക മാത്രം ചെയ്യുന്നവരാണ്. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന ഒരാളാണെന്ന് കരുതിയിട്ടാണ് കഴിഞ്ഞ കുറേ വർഷം ജീവിച്ചിരുന്നത്. ഞാൻ കുഞ്ഞുങ്ങളെ കുറിച്ചൊരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചു. എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള 100 പേരുടെ മക്കളോട് പോയിട്ടാണ് സംസാരിച്ചത്. മക്കളെ, ഞങ്ങൾ മുതിർന്നവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങളിപ്പോൾ നൂറ്റാണ്ടുകളായി ഞങ്ങൾ കുട്ടികളുടെ പ്രശ്നങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം മുതിർന്നവർക്ക് ഒരു ഉറപ്പുണ്ട്, ഞങ്ങൾ മുതിർന്നവരായിരിക്കുന്നു എന്നതുകൊണ്ട് ഞങ്ങൾ 100% ശരിയാണ്. അത് മുതിർന്നവരുടെ സ്വാഭാവികമായ ഫങ്ഷനിങ് ആണ്, നേരത്തെ പറഞ്ഞതുപോലെ. അതുകൊണ്ട് നമുക്ക് ഈ കുട്ടികളെ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കണം. കുട്ടികൾക്ക് മൊത്തം പ്രശ്നമാണ്, നമുക്ക് യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ട് ഈ കുട്ടികൾ നന്നാവേണ്ടതിനെ കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ ആ കുട്ടികളോട് പോയിട്ടൊന്ന് ചോദിച്ചു, വെറുതെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഞങ്ങളിൽ എന്ത് മാറ്റം ഉണ്ടാവുമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ ചെന്ന് ചോദിക്കുന്നവരെ കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ നല്ല വായനക്കാരും സാംസ്കാരിക പ്രവർത്തകർ, എഴുത്തുകാർ, ചിന്തകർ, മതാതീതരായിട്ട് ജീവിക്കുന്നവരാണ്. ഇതിൽ 80% 20% ആളുകൾ മാത്രമാണ് മതത്തിൻ്റെയും അവർ പക്ഷെ മനുഷ്യപ്പറ്റോടെ ജീവിക്കണം എന്ന് പറയും. മറ്റവരൊക്കെ മതാതീതരാണ്. ഈ 100% കുട്ടികളും ആദ്യം പറഞ്ഞത് എല്ലാവരും ഒറ്റുത്തരാണ്, ഈ നില വിളിച്ച് സംസാരിക്കുന്നതൊന്ന് കുറയ്ക്കാൻ പറ്റും. എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നത്? കാര്യമൊന്ന് സമാധാനത്തിൽ പറഞ്ഞുകൂടെ? അപ്പൊ അങ്ങനെ നമ്മൾക്ക് ഒരിക്കലും നമ്മൾ പൊട്ടിത്തെറിക്കുന്നതിൽ തെറ്റാണെന്ന് തോന്നിയിട്ടില്ല. നമ്മളോട് ആറ്റാരെങ്കിലും പൊട്ടിത്തെറിക്കുന്നതിൽ ഒരു ശരിയുമില്ല എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. ഒരു ന്യായീകരണം നമ്മൾ പറയാർക്ക് മര്യാദക്ക് എന്നോട് പറയായിരുന്നു, നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് താഴെ എന്ന് തോന്നുന്നവരോട്, നമ്മുടെ തലച്ചോറിന്
താഴെ എന്ന് തോന്നുന്ന കുറേ ആൾക്കാരുണ്ട്. നാച്ചുറലായിട്ട് പ്രായത്തിൽ കുറഞ്ഞവർ, അധികാരത്തിൽ കുറഞ്ഞവർ, പ്രശസ്തിയിൽ കുറഞ്ഞവർ, അറിവിൽ കുറഞ്ഞവർ, ലിംഗത്തിൽ കുറഞ്ഞവർ. സ്ത്രീയൊക്കെ ഇപ്പോഴും സ്ത്രീയുടെയും പുരുഷന്റെയും ബ്രെയിനിൽ ലിംഗത്തിൽ കുറഞ്ഞവരാണ്, പുരുഷനിൽ മാത്രമല്ല. അതുകൊണ്ടാണ് അവൾക്ക് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്നൂടെ എന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് സ്ത്രീകളാണ്, പുരുഷന്മാരല്ല. പ്രായം, ലിംഗം, പ്രശസ്തി, അറിവ്, അധികാരം, വർണ്ണം, ഇതിലെല്ലാം നമ്മളെക്കാൾ കുറഞ്ഞവർ എന്ന് നൂറ്റാണ്ടുകളായി നമ്മൾ ശീലിച്ചിട്ടുള്ള, നമ്മുടെ ബ്രെയിൻ ശീലിച്ചു വന്നിട്ടുള്ളവരോടൊക്കെ നാച്ചുറലായി നമുക്ക് ഐ കോണ്ടാക്ട് വരില്ല. അത് ശ്രദ്ധിച്ചാലറിയാം. അവരോടൊക്കെ നമ്മളുടെ ഇച്ഛയ്ക്കെതിരായി ഒരു ചിന്തയോ വാക്കോ പ്രവൃത്തിയോ അവരിൽ നിന്നുണ്ടായ ഉടൻ നമ്മുടെ തലച്ചോറ് നിയന്ത്രണാതീതമായ രീതിയിൽ അസ്വസ്ഥമാണ്. നമ്മൾ സംയമനം ചെയ്യുമായിരിക്കും, അസ്വസ്ഥമാണ്. അത് ഏറ്റവും കൂടുതലാവുക നമ്മൾക്ക് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള സ്പേസിലായിരിക്കും. അതാണ് അതിൻ്റെ മൂന്നാമത്തെ. നമ്മൾ വിചാരിക്കുന്ന നേരെ തിരിച്ചാണല്ലോ. നമുക്ക് ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ ഫങ്ഷൻ ചെയ്യാവുന്നിടത്താണ് നമ്മൾ ഏറ്റവും വൃത്തിയായിട്ട് മനുഷ്യരാകുന്നത്. സ്വാതന്ത്ര്യം ഇല്ലാത്തവർക്ക്. അതുകൊണ്ടാണ് ഗുരുനിത്യ ഒരിക്കൽ പറഞ്ഞത്, നിങ്ങൾ ആരാണെന്ന്, ഞാൻ ആരാണെന്ന് എന്നോട് പറയേണ്ടത് ഞാൻ ഏറ്റവും അടുത്ത് ഇടപഴകി ജീവിക്കുന്ന മനുഷ്യരാണ് പറയേണ്ടത്. അവര് പറയും ഞാൻ ആരാണ്. അത് വീട്ടിലേക്ക് നിങ്ങൾ ഒരു ദിവസം പുറത്തേക്ക് തിരിച്ചു വെച്ച ക്യാമറ വീട്ടിന്റെ അകത്തേക്ക് തിരിച്ചു വെച്ച് ഒരു ദിവസം രാവിലെ മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ അവിടെയുള്ളവരോട് മുഴുവൻ നിങ്ങൾ പെരുമാറുന്നത് നോക്കിയാൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് കാണാം. അപ്പം നമ്മൾ ഈ പറഞ്ഞത് മനസ്സിലാവും. നമ്മൾ ചിന്തിച്ച് ജീവിക്കുന്നവരല്ല, നമ്മൾ നമ്മളുടെ ഫീലിങ്സിനെ ഫോളോ ചെയ്യുന്നവരാണ്, ചിന്തയെ ഫോളോ ചെയ്യുന്നവരല്ല. അവിടെയാണ് കുട്ടികൾ പറഞ്ഞത്. ഇപ്പൊ ഒരു കുട്ടി എന്നോട് പറഞ്ഞത്, ഞാനത് പറയാനാണ് വന്നത്, ഞാൻ കൊള്ളാവുന്ന രീതിയിൽ കുട്ടികളോടൊക്കെ മര്യാദക്ക് പെരുമാറുന്ന ആളാണെന്ന് 100% വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അതിനോടൊരു കുട്ടി പറഞ്ഞത്, മുതിർന്നവർ മാറുന്നത് അവിടെ നിൽക്കട്ടെ, ഷൗക്കത്ത് മാമൻ മാറേണ്ടത് ഞാൻ പറയാം. 9 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഞാൻ അത്യാവശ്യം 10-20 പുസ്തകമൊക്കെ എഴുതി നാട് മുഴുവൻ നടന്ന് നാരായണ ഗുരുവിന്റെ സമത്വം പ്രഭാഷണം നടത്തുന്നു. ഗുരുനിത്യേനതയുടെ ശിഷ്യൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആധുനികമായി ചിന്തിക്കുന്ന കൊള്ളാവുന്ന മനുഷ്യനാണെന്നൊക്കെ ഞാൻ തന്നെ വിചാരിച്ച് അഭിമാനിച്ച് നടക്കുന്ന ഒരാളാണ്. ഷൗക്കത്ത് മാമന്റെ പ്രശ്നം ചോദിച്ചു, എന്താണ് എൻ്റെ പ്രശ്നം? ഷൗക്കത്ത് മാമൻ വീട്ടിൽ വന്നാൽ എന്നോട് വളരെ സ്നേഹത്തോടെ പെരുമാറും, എന്നെ കെട്ടിപ്പിടിക്കും, നന്നായി പഠിക്കണം എന്നൊക്കെ പറയും, സുഖം തന്നെ എന്നൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അച്ഛനും അമ്മയും ഇവിടെ വന്നിരിക്കും, ഞാനിവിടെ ഇരിക്കുന്നുണ്ടാവും. നിങ്ങൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങും, വലിയ വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഷൗക്കത്ത് മാമൻ എനിക്ക് ഐ കോണ്ടാക്ട് തന്നിട്ടില്ല. ഷൗക്കത്ത് മാമൻ അച്ഛനമ്മേനെ മാത്രം നോക്കി സംസാരിക്കും. ഞാനിവിടെ ഉണ്ടല്ലോ, ഞാനിവിടെ ഒരു വ്യക്തിയായിട്ട് ഇരിപ്പുണ്ടല്ലോ. 9 വയസ്സായ കുട്ടിയെ പറയും, എൻ്റെ കണ്ണിലേക്ക് നോക്കി സംസാരിച്ചിട്ടില്ല ഒരിക്കലും. അത് മര്യാദയായിട്ട് എനിക്ക് തോന്നിയില്ല. അത് ഷൗക്കത്ത് മാമൻ തിരുത്തണം. ഇവിടെയാണ് ഗുരുവിന്റെ ഈ ഒരു മന്ത്രം, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം, സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു ജഗതിയിൽ ഈ മതം ഏകം. എനിക്കങ്ങനെയല്ല. എൻ്റെ ബ്രെയിനിന് എനിക്കൊപ്പത്തിനൊപ്പമുള്ളവരുടെ മതം മാത്രമാണ് ഈക്വൽ. ബാക്കിയുള്ളവരൊന്നും ശ്രദ്ധിക്കേണ്ടതോ പരിഗണിക്കേണ്ടതോ അല്ല. നമ്മൾ നാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഗുരു എപ്പോഴും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എപ്പോഴും തന്നോട് ചേർന്നിരിക്കുന്നവരുടെ കൂടെ ഇരിക്കുന്നതിനേക്കാൾ ആരെയാണോ നമ്മൾ ആ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആരൊക്കെയാണോ ആ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുള്ളത്, അവരെയെല്ലാം ആ കൂട്ടത്തിന്റെ ഭാഗമാക്കാൻ അങ്ങോട്ടേക്ക് പോവുകയും അവരോട് ചേർന്നിരിക്കുകയും അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഈ കൂട്ടത്തിനോടൊപ്പം ചേർക്കുകയും ചെയ്തു എന്നതാണ്. അത് വ്യക്തി ജീവിതത്തിലായാലും സാമൂഹിക ജീവിതത്തിലായാലും ഗുരു ചെയ്ത കർമ്മം എന്നത്. പക്ഷേ ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമായിട്ട് ഞാൻ ചെന്നിരുന്ന വീടിനെ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല.
എനിക്ക് ജാതി ഭേദമുണ്ടായിരുന്നു. ഞാൻ കുട്ടീനെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും മിഠായിയൊക്കെ കൊടുത്തെങ്കിലും വർത്താനം പറയുമ്പോൾ ഞാൻ ആ മുതിർന്ന അച്ഛനമ്മമാരുടെ മുഖത്ത് മാത്രം നോക്കി സംസാരിക്കുകയും ആ കുട്ടിക്ക് ഐ കോണ്ടാക്ട് കൊടുക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ തലച്ചോറ് ജാതി ഭേദമില്ലാത്ത ഒന്നായി മാറിയിട്ടില്ല. ഞാൻ ജാതി ഭേദമില്ലാത്ത തലച്ചോറിന്റെ ഉടമയാണെങ്കിൽ സ്വാഭാവികമായി എൻ്റെ കണ്ണ കുട്ടിയിലേക്കും പോകുമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ എത്ര കുറച്ച് സമയം കുട്ടികളുടെ കണ്ണിൽ നോക്കി തുടർച്ചയായിട്ട് തുല്യതയോടെ പെരുമാറാൻ നമ്മുടെ തലച്ചോറിന് കഴിയില്ല, ക്ഷീണിക്കും. എന്തുകൊണ്ടാണ്? നമ്മൾ ശീലിച്ചിട്ടില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, പ്രവർത്തിച്ച് ഉറപ്പിക്കേണ്ടതാണ് കൾച്ചർ. നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിരന്തരം പറയുന്ന ഒരു കാര്യമാണ്, ശീലിച്ച് ഉറച്ചത് മാത്രമാണ് തലച്ചോറിന് ശരി, ചിന്തിച്ച് ഉറച്ചത് അല്ല. നമ്മൾ നൂറ്റാണ്ടുകളായി ശീലിച്ചിട്ടുള്ളത് എന്നെങ്കിലും നമ്മൾ എവിടെയെങ്കിലും കുട്ടികളെ ബഹുമാനിക്കണമെന്ന് എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞത് വായിച്ചിട്ടുണ്ടോ? മുതിർന്നവരെ ബഹുമാനിക്കണം എന്നല്ലാതെ. കാരണം മുതിർന്നവർ മാത്രമായിരുന്നു നമുക്ക് ഉന്നത കുലജാതർ. അത് പ്രായത്തിലായാലും അറിവിലായാലും ഏതിലായാലും. അപ്പൊ കുഞ്ഞുങ്ങളെ ബഹുമാനിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന കുറഞ്ഞവർ, തനിക്ക് വെളിയിലിരിക്കുന്നവരെ അവരെ ചേർത്ത് പണ്ട് അവർ ഇരിക്കുന്നിടത്ത് ഇരുന്ന് തന്നെയാണ് അഹം ബ്രഹ്മാസ്മി എന്നും തത്വമസി എന്നും ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന പുഞ്ചീതാമാകൃത കസ്യ സിദ്ധനെന്നൊക്കെ പ്രാർത്ഥിച്ചിരുന്നത്. ചെറുതിലും ചെറുതായിരിക്കുന്നതിൽ പോലും നിറഞ്ഞിരിക്കുന്നത് ഒരേ ഒരു ഈശ്വരാംശമാണെന്ന് പറയുമ്പോഴും ആ മാറി നിൽക്കുന്ന ആളെ ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചു കൊണ്ടുവരേണ്ടതുണ്ടെന്ന് അവർക്കൊന്നും തോന്നിയിട്ടില്ല. പലർക്കും അവരവിടെ തന്നെ നിന്ന് കേട്ടാൽ മതി, ഇവിടെ കുറച്ച് പേര് നിന്നാൽ മതി. അതിനെ തിരുത്തുകയാണ്. ആ ബ്രെയിനിന്റെ നൂറ്റാണ്ടുകളായി ശീലിച്ചു വന്ന നമ്മുടെ ശീലത്തെ തിരുത്തുക, എല്ലാ മേഖലകളിലും തിരുത്താൻ വേണ്ടി ചെയ്തത്. ചെറിയൊരു ഉദാഹരണം, ഒരു സ്ഥലത്ത് ക്ഷേത്ര പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, നമുക്ക് എന്നാ ക്ഷേത്രത്തിന്റെ മുമ്പിൽ ഒരു ആല് നടാമല്ലേ? അപ്പൊ ഗുരു പറഞ്ഞ മറുപടി, എന്തുകൊണ്ട് പ്ലാവ് നട്ടൂടാ? നമ്മൾ ആരും ചിന്തിച്ചില്ല. നമ്മളും അനുഭവത്തിന് പ്ലാവ്, നമ്മളും വിചാരിക്കുക ആര് കറക്റ്റ് അല്ലേ എന്നാ. കാരണം അതാണ് നമ്മുടെ ശീലം. ഗുരു പറയുന്നത് പ്ലാവ് നട്ടാൽ തണലും കിട്ടും, ചക്കയും കിട്ടും. അതല്ലേ കുറച്ചും കൂടി നല്ലത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്ലാവ് നട്ടിട്ടുള്ള ആളുകളിൽ ഒരാൾ ഗുരുവാണ്. എവിടെ പോയാലും പ്ലാവ് നട്ടു. നമ്മളങ്ങനെ ചിന്തിക്കില്ല. നമ്മൾ അമ്പലാണോ ആല്, അതാണ് നമ്മുടെ ശീലം. നമ്മൾ ഒരുപാട് അറിവ് നേടിയൊക്കെ വന്നാൽ ഇന്ന് നമ്മളെവിടെ ഒരു അമ്പലം പണിയുമ്പോൾ എന്നാൽ നല്ലൊരു ആൾക്കാരെ നമുക്ക് മുമ്പിൽ വെക്കാൻ ഇപ്പോഴും ആലോചിക്കാം. അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ തിരുത്തിയ ആളാണ് ഗുരു. എല്ലായിടത്തിലും ഗുരുവിന്റെ ഓരോ കർമ്മങ്ങളും അമ്പലം പണിയാൻ തീരുമാനിക്കുമ്പോഴും പഴയതുപോലെയല്ല. നല്ല വെളിച്ചം വേണം, നല്ല കാറ്റ് കയറണം, വവ്വാല് വന്ന് തൂറരുത്. മാത്രമല്ല അമ്പലത്തിനോട് ചേർന്ന് ലൈബ്രറിയും വേണം. അതിങ്ങനെ ഒരു നിലനിൽക്കുന്ന ഒരു സിസ്റ്റത്തെ പുതുക്കി പണിയുകയും അതോടൊപ്പം പുതിയ ഒന്നിനെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന റീവാലുവേഷൻ, നാരായണ ഗുരു ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഒരു മൂല്യ നവീകരണം ചെയ്ത് അറിവിനെ അവതരിപ്പിച്ച, ക്യാൻസൽ ചെയ്യല്ല ചെയ്യുന്നത്. മനുഷ്യൻ നൂറ്റാണ്ടുകളായി ശീലിച്ചു വന്ന ഒന്നിനെ അത്ര പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ കുട്ടികളോട് പൊട്ടിത്തെറിക്കുന്നത്. നമ്മൾ ഇത്ര അറിവുണ്ടായിട്ട് പൊട്ടിത്തെറിക്കുന്നതിലേക്കൊന്നും നോക്കാൻ പോലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. ആ കുട്ടിയുടെ കണ്ണിലേക്ക് ഞാൻ നോക്കി സംസാരിച്ചിരുന്നില്ല എന്ന് ആ കുട്ടി ചൂണ്ടിക്കാണിച്ച് തന്നപ്പം മാത്രമാണ് എനിക്ക് ബോധ്യമായതെങ്കിൽ ഞാൻ ജാതി ഭേദമുള്ള ആളാണ് എന്ന് ഞാൻ റിയലൈസ് ചെയ്യേണ്ടതുണ്ട്. പ്രായത്തിന്റെ ജാതി ഭേദം എൻ്റെ തലച്ചോറിനെ ഭരിക്കുന്നുണ്ട്. മതദ്വേഷമുള്ള ആളാണ്. നമ്മൾ പറയുന്ന ഒരു അഭിപ്രായത്തിന് വിരുദ്ധമായൊരു അഭിപ്രായം, വ്യത്യസ്തമായൊരു അഭിപ്രായം, നമ്മുടെ ഒപ്പത്തിനൊപ്പമുള്ളവരോ അതിന് മുകളിലുള്ളവരോ അല്ലാതെ ഒരാൾ പറഞ്ഞാൽ നാച്ചുറലായിട്ട് സ്വീകരിക്കാൻ നമുക്ക് പറ്റില്ല. ഇവിടെ മിണ്ടാതിരുന്നാൽ മതി, എനിക്കറിയാം എന്ത് ചെയ്യാമെന്ന്. പുറത്ത് പറഞ്ഞില്ലെങ്കിലും അകത്ത് നമ്മൾ പറയും, ചിരിച്ചുകൊണ്ട് കേൾക്കുമായിരിക്കും. അവിടെ ഒരു പറയാണ്, ചിന്തിച്ച് അകമണയാതെ അകതാരമർത്തിടയണം. നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണമെന്നോ നമ്മളെല്ലാവരും അങ്ങ് മാറണമെന്നോ ഒന്നും ഗുരു പറയുന്നില്ല. ഗുരുവിന് ബോധശാസ്ത്രം നന്നായിട്ട് അറിയാം. ഉലകവും ഉള്ളതുമായി കലർന്നു നിൽക്കും നില
വലിയൊരു നീതികേടിതത്രേ. ഗുരുവിൻ്റെ ഒരു പ്രയോഗമാണ്. അതായത് പരമമായിരിക്കുന്ന സത്യം എല്ലാം ഈക്വലാണ്, തുല്യമാണ്, ഒരേ ഒരു ഉണ്മയുടെ ഭാവാവിഷ്കാരമാണെന്നൊക്കെ പറയുന്നത് ശരി തന്നെ. പക്ഷേ ഉലകവും ഉള്ളതും, ഉലകം എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, നമ്മളുടെ ആവിഷ്കാരങ്ങൾ, അതും അതിനെല്ലാം അധിഷ്ഠാനമായിരിക്കുന്ന സത്യം ചേർത്ത് വെക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു നീതികേട് പോലെ എനിക്ക് തോന്നുന്നു. നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മളെല്ലാവരും പരമാവധി എല്ലാവരെയും തുല്യതയോടെ കാണുന്നെന്നും നമ്മുടെ സമയത്ത് എന്നാലും ഏകദേശം പറഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് എന്തായാലും മാഷൊന്ന് പറഞ്ഞു, ഞാൻ അതിനനുസരിച്ച് നമ്മൾ എത്ര പറഞ്ഞാലും എന്താ പറഞ്ഞ ഉലകവും ഉള്ളതുമായി കലർന്നു നിൽക്കുന്നില്ല വലിയൊരു നീതികേടിതത്രേ. നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ തെറ്റ് ചെയ്തു എന്നല്ല കേട്ടോ ഗുരു പറയുന്നത്, നമ്മുടെ കോൺഷ്യസ്നെസ് ഫങ്ഷൻ ചെയ്യുന്നതിലെ നീതികേടിനെ കുറിച്ച് പറയാണ്. എനിക്ക് എല്ലാവരെയും തുല്യതയോടെ കാണുന്നുണ്ട്. മനുഷ്യനെ മാത്രമല്ല, മനുഷ്യനും സർവ്വജീവജാലങ്ങളും എല്ലാം ഈക്വലാണ്. ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാം പരമാണുക്കളുടെ സംഘാതമാണ്. നമ്മൾ ഏത് പരിണാമപരമായി നോക്കുകയാണെങ്കിൽ ഒരു പൊതു പൂർവികനിൽ നിന്ന് രൂപപ്പെട്ടു വരികയും വ്യത്യസ്തമായ രൂപഭാവാദികളിലൂടെ പരിണമിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ എന്നും നമുക്ക് എല്ലാവർക്കും ഒരു പൊതു പൂർവികനുണ്ടെന്നും ആ എല്ലാ പൊതു പൂർവികർക്കും അധിഷ്ഠാനമായ ഒരു പൊതു പൂർവികത്വം ഉണ്ടെന്നും ഒക്കെ നമുക്കറിയാം. പക്ഷെ തൊട്ടടുത്തിരിക്കുന്ന ആള് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയുമ്പോൾ ഒറ്റ ചവിട്ടിന് കൊല്ലാൻ തോന്നുന്നു. ഇതാണ് നീതികേട്. ഈ അറിവ് നമുക്കുണ്ട്. അത് ആര് പറയുമ്പോൾ അതാണ് ഏറ്റവും വലിയ തമാശ. ശത്രു പറയുമ്പോഴല്ല, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ പറയും, എൻ്റെ ഭാര്യ പറയുമ്പോൾ, എൻ്റെ ഭർത്താവ് പറയുമ്പോൾ, എൻ്റെ മക്കള് പറയുമ്പോൾ, എൻ്റെ അച്ഛനും അമ്മയും പറയുമ്പോൾ, അയൽക്കാരും പറയുമ്പോഴല്ല. അതങ്ങനെ വേണ്ട, ഇങ്ങനെ മതി എന്ന് പറഞ്ഞ ഉടൻ നമ്മുടെ ഉള്ളിൽ വരുന്ന ഭാവം ആരെങ്കിലും ഒന്ന് ഫോട്ടോ എടുത്ത് നമ്മളെ കാണിക്കണം. അപ്പം അറിയാം നമ്മളെന്താണെന്ന്. ഉലകവും ഉള്ളതുമായി കലർന്നു നിൽക്കുന്നില്ല വലിയൊരു നീതികേടിതത്രേ. വളരെ ജൈവികമായി അത്രമാത്രം നീതികേടിൽ ഫങ്ഷൻ ചെയ്യുന്ന എൻ്റെ ചിന്തയും എൻ്റെ ആശയവും എൻ്റെ വിശ്വാസവും എൻ്റെ ദൈനംദിന ജീവിത പ്രതികരണങ്ങളുമായി യാതൊരു തരത്തിലും ബന്ധപ്പെടാതിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ആഗ്രഹിച്ചിട്ട് പോലും എനിക്കതിനെ ചേർത്ത് വെക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു നോവ് നമ്മുടെ എല്ലാവരുടെയും ബോധം അനുഭവിക്കുന്നുണ്ട്. ഛേ, അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് ഒരിക്കലെങ്കിലും പറയാത്ത ഒരാൾ പോലും ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെ ചിന്തിക്കണ്ടായിരുന്നു, അങ്ങനെ പറയണ്ടായിരുന്നു, അങ്ങനെ ചെയ്യേണ്ടായിരുന്നു. നമ്മൾ ആരും മോശമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. അവിടെ ഗുരു പറയുന്ന ഒരേ ഒരു വഴിയേ ഉള്ളൂ, അകമണയാതെ അകതാരമർത്തിടണം. ഞാനിനി എവിടെ ചെന്നാലും, ഞാനിപ്പോൾ എൻ്റെ പ്രാക്ടീസ്, ഞാനിപ്പോൾ അതിന് ശേഷം ചെയ്തൊരു പ്രാക്ടീസ്, ആദ്യ സദസ്സിലേക്ക് നോക്കും, കുട്ടികൾ എവിടെയെങ്കിലും ഉറപ്പ് വരുത്തും. ഒരിക്കലും നാച്ചുറലായിട്ട് കുട്ടീനെ നോക്കൂല. എന്തറിവുണ്ടായാലും ഇത് തലച്ചോറിന് നോക്കാൻ പറ്റില്ല. കാരണം അതിനി ഞാൻ ശീലിച്ച് എൻ്റെ ബ്രെയിനിനെ പഠിപ്പിച്ചെടുക്കേണ്ടതാണ്. ആ കൾച്ചർ ചിന്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നാച്ചുറലായിട്ട് പ്രധാനപ്പെട്ടവരിലേക്ക് മാത്രം അടക്കി നിൽക്കും. ഞാൻ ബോധപൂർവം ഞാൻ നോക്കണം ചുറ്റും. ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുമ്പോൾ ഞാൻ അറിയാതെ ഇങ്ങനെ നോക്കി പോകുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നവരിലേക്ക് അറിയാതെ എൻ്റെ തലച്ചോറ് അടക്കി പോകും. പിന്നെ നമ്മളുടെ തലച്ചോറ് അയാളെ മാത്രം നോക്കി സംസാരിക്കും. അവിടെ നിന്ന് ഞാനത് പറിച്ചു കൊണ്ടുപോകണം. ഈ പറിച്ചു കൊണ്ടുപോയിട്ട് സർവരിലേക്ക് നോക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അതിന് അകമണയാതെ അകതാരമർത്തണം. എൻ്റെ തലച്ചോറ് നാച്ചുറലായി ഇവിടെ ഇരിക്കുന്ന കുറച്ച് എന്നെ ശ്രദ്ധിക്കുന്ന കുറച്ച് ആളുകളിൽ മാത്രം മുടക്കി പോകുമ്പോൾ അതിൽ നിന്ന് അതിനെ വലിച്ച് പറിച്ച് സർവരിലേക്കും പ്രസരിപ്പിക്കണമെങ്കിൽ അകമണയാതെ അകതാരമർത്തണം. ഞാൻ എൻ്റെ ശീലിച്ച് ഉറച്ചു പോയ ശരിയാണ് അകം എന്ന് പറയുന്നത്.
അതിന് പൂർവ്വവാസന എന്നൊക്കെയാണ് സംസ്കൃതത്തിൽ പറയാം. അത് പുറത്തേക്ക് വരാതെ അകതാരമർത്തി, ചിന്ത കൊണ്ട് അകതാരമർത്തി അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇന്ന് സദാവി ചെയ്തിടുന്നു ജഗതിയിൽ ഈ മതം ഏകം എന്ന് എന്നെ പ്രാക്ടീസിലൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം ഓരോ നിമിഷവും. ഞാൻ സ്ഥിരം പറയുന്നൊരു ഉദാഹരണം ഗുരുനിത്യ പറഞ്ഞത്, നിങ്ങൾ 50 കൊല്ലം പല്ല് തേച്ചാലും 51ാമത്തെ കൊല്ലം ആദ്യത്തെ ദിവസം പല്ല് തേച്ചില്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ വായ കാണും. നമ്മൾ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല. എന്തൊരു കഷ്ടമാണ്. ദിവസം എണീറ്റ് മലമൂത്ര വിസർജനം നടത്തണം, ദിവസം എണീറ്റ് പല്ല് തേക്കണം, ദിവസം എണീറ്റ് മുഖം കഴുകണം, ദിവസം എണീറ്റ് വസ്ത്രം ധരിക്കണം. ഇതെന്തൊരു കഷ്ടമാണെന്ന് ഇന്നുവരെ നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ ദിവസവും രാവിലെ തേക്കുന്നു, ദിവസവും പല്ല് തേക്കുന്നു. എന്താണ് ദിവസവും പല്ല് തേച്ചിട്ടും ഒരിക്കലും പല്ല് തേക്കാതെ തന്നെ വായ നാറാത്തൊരവസ്ഥ എനിക്ക് വരാത്തത് എന്ന് നമ്മൾ ഇന്നുവരെ കരുതി പറഞ്ഞിട്ടില്ല. കോൺഷ്യസ്നെസ്സും അങ്ങനെയാണ്. സദാ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം ഇക്വാലിറ്റി, സമത്വം, തുല്യത ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നും നമ്മൾ എത്ര ഏത് നിമിഷവും കൈവിട്ടു പോകാവുന്ന ഏറ്റവും പ്രാകൃതത്വത്തിലേക്ക് വീണു പോകാവുന്ന ബോധത്തിന്റെ ഉടമകളാണ് നമ്മൾ. മനുഷ്യന്റെ ആദിമ പ്രാകൃത സംസ്കാരം മുതൽ കുറച്ചും കൂടിയും ഗിൽബ്രൈസനൊക്കെ പോലെയുള്ള ശാസ്ത്ര സാഹിത്യകാരന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ, ജീവൻ ഏതെല്ലാം ജീവരൂപങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടോ, മനുഷ്യൻ ഏതെല്ലാം സംസ്കൃതികളിലൂടെ കടന്നുപോയിട്ടുണ്ടോ, ആ ജീവപരിണാമ ശൃംഖലയുടെ മുഴുവൻ സംസ്കാരങ്ങൾ പേറുന്ന കോൺഷ്യസ്നെസ് ആണ് നമ്മുടെ. ഒരുപാട് 10,000-കണക്കിന് അപ്ഡേഷൻസ് കടന്ന് മനുഷ്യരെയും സർവപ്രപഞ്ചത്തെയും ഒന്നായി കാണണമെന്ന് പറയുന്ന വിശാലമായ ഒരു ജീവിത വീക്ഷണത്തിലേക്ക് നമ്മുടെ ബോധം വന്ന് എത്തി നിൽക്കുന്നുണ്ടെങ്കിലും തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ നിന്റെ ശത്രുവാണെന്ന് സദാ തോന്നിക്കുന്ന എൻ്റെ പ്രാകൃതമായ സംസ്കാരവും യാതൊരു മംഗലമേൽക്കാതെ അവിടെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. കാരണം പുതിയ അപ്ഡേഷൻസ് ഉണ്ടാകുമ്പോൾ പഴയ സോഫ്റ്റ്വെയർ ഡിലീറ്റ് ആയി പോകാത്ത ഏക ജീവിക്ക് പറയുന്ന പേരാണ് മനുഷ്യൻ. പൂച്ചക്ക് അങ്ങനെയല്ല, നായക്ക് അങ്ങനെയല്ല. ഈ പരിണാമത്തിന്റെ പരിണാമയാത്രയിൽ നായയിൽ ഒരു നായത്വം ഉറച്ചിട്ടുണ്ട്. ഞാനൊരിക്കൽ ഈ രാജവെമ്പാലനെ എനിക്ക് പിടിക്കുന്നത് കാണണം, അതിനൊന്ന് അടുത്ത് കാണുന്ന എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ വയനാട്ടില് ബഷീർ എന്ന് പറഞ്ഞിട്ട്, വയനാട്ടിലെ ഏറ്റവും കൂടുതൽ രാജവെമ്പാലുള്ള സ്ഥലങ്ങളിൽ വന്നു. അപ്പോൾ ബഷീർ പാമ്പിനെ പിടിക്കുന്നതാണ്. ഞാൻ ബഷീറിനോട് പറഞ്ഞു, ബഷീർ എപ്പോഴെങ്കിലും ഒരു രാജവെമ്പാലനെ പിടിക്കുമ്പോൾ എന്നൊന്ന് വിളിക്കണം, എനിക്കൊന്നും ചെയ്യാതെ കാട്ടിൽ കൊണ്ടുപോയി വിടുന്നു കാണണം. അങ്ങനെ ഒരിക്കൽ അവനെ പിടിച്ച്, ഞാനവിടെ വയനാട്ടിലുള്ളപ്പോൾ അവൻ അതിനെ പിടിച്ച് കാട്ടിൽ കൊണ്ട്, അവൻ കാട്ടിൽ അതിനെ കളിപ്പിച്ച് അതിന് ഒഴിഞ്ഞ് അതിൻ്റെ ബാക്കിൽ ഉമ്മൊക്കെ വെച്ച് പറഞ്ഞു. ഞാൻ ഇങ്ങനെ കൗതുകത്തോടെ നോക്കിയിരുന്നു. പിന്നെ അവനോട് ചോദിച്ചു എങ്ങനെയാണ് ഇത് പറ്റുന്നത്. അപ്പോൾ വയനാട്ടിൽ ഏത് കാട്ടിൽ ഏത് ജീവി ഏത് മുൾവേലിയിൽ കുടുങ്ങിയാലും ഏത് ജീവിയായാലും ബഷീറാണ് പോയിട്ട്, അത് പ്രധാനപ്പെട്ട ഒരാൾ ബഷീറാണ് അതിനെ പിടിച്ചിട്ട് അഴിച്ചു വിടുക. ഇന്ന് വരെ വളരെ അപൂർവമായിട്ട് മാത്രമാണ് അപകടം പറ്റിയിട്ടുള്ളൂ. എന്നോട് ചോദിച്ചത് എങ്ങനെ പറ്റുന്നു. അപ്പം അവൻ പറയണു, ഒരു 10 മിനിറ്റ് നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ ഒരു രാജവെമ്പാല എപ്പോഴൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നു ഞാൻ പറയാം. അത് വിട്ടിട്ട് അത് പ്രതികരിക്കില്ല. അതിന്റെ സോഫ്റ്റ്വെയർ മനസ്സിലാക്കാൻ 10 മിനിറ്റ് മതി. ഏത് ജീവിയുടെയൊക്കെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അത് ഫങ്ഷൻ ചെയ്യുന്ന, അത് കൃത്യമായിരിക്കും. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ മതി. അത് തെറ്റിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ നിന്ന് കടി കിട്ടുന്നത്. പക്ഷെ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരേ ഒരു ജീവിയുള്ളൂ, അത് മനുഷ്യനാണ്. നമ്മൾ തന്നെ പറയാറില്ലേ, എന്നോട് സൂക്ഷിച്ച് സംസാരിക്കണം, ഞാൻ എപ്പോൾ എങ്ങനെ പെരുമാറുക എനിക്കെന്നറിയില്ല. ഇത് നമ്മൾ ചിന്തിക്കാത്തവരായിട്ടാണ് നമ്മൾ പറയുന്ന വാക്കാണിത്. ഇതൊരു സത്യമായ ശാസ്ത്രീയ വാക്യമാണ്. നിങ്ങൾ ഓക്കെ ആരോടാണെന്ന് പറയാം, നിന്നോട് ഞാൻ പല പ്രാവശ്യം പഠിക്കും കേട്ടോ, എൻ്റെ സ്വഭാവം എനിക്കെന്നെ പിടിക്കില്ല. നീ ഒന്ന് നോക്കി എന്നോട് മിണ്ടണം. നമ്മൾക്ക് ഇത്ര അറിവുണ്ടായിട്ടും ഇത്ര വെളിച്ചുണ്ടായിട്ടും നമുക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിൽ അടിമപ്പെട്ടു പോയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റിന്റെ
ഉടമകളാണ്. ഇത് അറിയുമ്പോൾ ഉണ്ടാവുന്ന ഭാവത്തിനാണ് വിനയം എന്നൊക്കെ പറയുന്നത്. നമ്മൾ അത്രമാത്രം അടിമകളാണ്. നമ്മളുടെ നൂറ്റാണ്ടുകളായി അടിഞ്ഞുകൂടി കിടക്കുന്ന പരിണാമപരമായി രൂപപ്പെട്ടു വന്ന ബോധ സ്വഭാവത്തിന്റെ അടിമകളാണ് നമ്മൾ. അതുകൊണ്ട് ഗുരു പറയുന്നത് ഒരേ ഒരു പ്രാക്ടീസാണ് ഗുരു പറയുന്നത്. ഒന്ന്, അകമണയാതെ അകതാരമർത്തണം. പഴയ ശീലിച്ചുറച്ച സംസ്കാരം നമ്മുടെ ബോധത്തിൽ ഉണർന്നു വരുമ്പോൾ അതിനെ പുറത്തേക്ക് ഒഴുക്കി വിടാതെ അകത്തേക്ക് അമർത്തി തന്നെ വെക്കണം. എന്നിട്ട് അങ്ങനെ അതൊരു ഭാഗത്തെ പ്രാക്ടീസാണ്. രണ്ടാമത്തെ പ്രാക്ടീസ്, ഞാൻ ഈ ശീലിച്ച് ഉറച്ച എൻ്റെ ഈ സംസ്കാരത്തിന്, എന്നെ തന്നെ ഉപദ്രവിക്കുന്ന ഈ സംസ്കാരത്തിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു വഴി കമ്പേഷനാണ്. എൻ്റെ ടെറിട്ടറിക്ക് വെളിയിലുള്ളതിനെ അത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞ് അവരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. അതായത് അപരൻ എന്ന് പറഞ്ഞ സത്യത്തിൽ എന്നിൽ നിന്ന് അന്യമല്ലാത്തവനാണ് ആ വാക്കിന്റെ അർത്ഥം. അന്യമാണെന്നാൽ കരനാണ് അന്യൻ. പക്ഷെ തന്നിൽ നിന്ന് അന്യമല്ലാതിരിക്കുന്നതും എന്നാൽ തനിക്ക് അന്യമെന്ന് തോന്നുന്നതുമായതേതോ അതിനെയാണ് നമ്മൾ അപരൻ എന്ന് പറയുന്നത്. സത്യത്തിലല്ല, ഞാൻ തന്നെയാണ്. അതിനൊരു മനോഹരമായിട്ടുള്ള ഒരു സാധനം, ഒന്നിനോട് ഇഷ്ടം തോന്നുന്നത്, നമുക്ക് എന്തിനോടെങ്കിലും ഇഷ്ടം തോന്നുന്നത് അത് നമ്മളിൽ നിന്ന് അന്യമല്ലാതിരിക്കുന്നത് കൊണ്ടാണ്. ഇഷ്ടമായത് സ്വന്തമാക്കാൻ തോന്നുന്നത് അത് നമ്മളിൽ നിന്ന് അന്യമാണെന്ന് കരുതുന്നത് കൊണ്ടാണ്. കോൺഷ്യസ്നെസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം പറയുന്നതാണ്. നമുക്കത് അറിയില്ല. അപ്പുറത്തിരിക്കുന്നത് തന്നിൽ നിന്ന് അന്യമല്ല അപ്പുറത്തിരിക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യണമെങ്കിൽ കവിത കൊണ്ട് ഫീൽ ചെയ്യുള്ളൂ. കവിത കൊണ്ട് ഫീൽ ചെയ്യുന്നതൊന്നും എക്സിസ്റ്റൻസിന് ഒരു ഗുണം ചെയ്യില്ല. പ്രവൃത്തിയിലൂടെ ഫീൽ ചെയ്യണം. പ്രവൃത്തിയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ കവിത സഹായിക്കുന്നില്ലെങ്കിൽ ആ കവിത നിർജീവമാണ്. അവിടെ ഒരു പുസ്തകം വായിച്ച ലോകത്ത് ഒരാൾ നന്നായിട്ടില്ല എന്ന് പറയുന്നത്, പ്രവർത്തിച്ചിട്ടേ നന്നായിട്ടുള്ളൂ. ഞാൻ ഈ പുസ്തകം വായിച്ച് അടച്ചു വെച്ച് എൻ്റെ പുറത്ത് എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം നിവർത്തിക്കാനുള്ള ഒരു ചെടിയോ ഒരു നായയോ ഒരു പൂച്ചയോ ഒരു മനുഷ്യനോ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തി എനിക്കാവും വിധം ആ ജീവിയെയോ മനുഷ്യനെയോ ഞാൻ സപ്പോർട്ട് ചെയ്ത് തിരിച്ചു വന്നാൽ മാത്രമേ ആ കവിത എന്ന അപ്പം പൂർത്തിയാവുള്ളൂ. സ്നേഹം നമ്മളുടെ ബോധത്തിൽ ഉണരുന്നത് പാതി ബന്ധ അപ്പം മാത്രമാണ്. നമ്മുടെ ബോധത്തിൽ കരുണയും സ്നേഹവും ദയയും ഒക്കെ ഉണർന്നു വരും. സിനിമ കണ്ടാൽ, കവിത വായിച്ചാൽ, നല്ല പുസ്തകം വായിച്ചാൽ, പാവങ്ങളൊക്കെ വായിച്ചാൽ ഇന്ന് കരയും. പക്ഷെ അതൊക്കെ പാതി ബന്ധ അപ്പമാണ്. അതൊരു പൂർണ്ണ അപ്പമായിട്ട് മാറണമെങ്കിൽ എൻ്റെ ടെറിട്ടറിക്ക് വെളിയിലുള്ളതിനെ കൂട്ടി ഞാൻ തൊടണം, എന്നെ പകർന്നു കൊടുക്കണം. ആ പകർന്നു കൊടുക്കുന്നതിലൂടെ മാത്രമാണ്. അതുകൊണ്ടാണ് അപരന് വേണ്ടി അഹർനിശം പ്രയത്നം ചെയ്യാൻ. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. അത് പോയി ചെയ്യണം. എനിക്ക് ആത്മസുഖത്തിനായി മാത്രം ഞാൻ എന്ത് ചെയ്താലും എൻ്റെ സിസ്റ്റത്തിന്റെ ഒരു ഏരിയയെ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റൂ. ഇനി മനുഷ്യ സ്നേഹത്തെ കുറിച്ച്, മനുഷ്യൻ നമ്മളെ സ്നേഹിച്ചാൽ, മനുഷ്യരുടെ സ്നേഹം എത്ര കിട്ടിയാലും അത് ഫുൾഫിൽ ചെയ്യുന്ന ചെറിയൊരു സ്പേസ് മാത്രമേ നമ്മുടെ ബ്രെയിനിലുള്ളൂ. കാരണം മനുഷ്യന്റെ സ്നേഹം നമുക്ക് അത്ര അധികം വേണ്ട, കുറച്ച് മതി. അവിടെ ഒരാൾ സ്നേഹത്തോടെ ഫോൺ വിളിച്ചാൽ നമ്മൾ ഓക്കെയാണ്. പിന്നെ മനുഷ്യന്റെ സ്നേഹമല്ല നമുക്ക് വേണ്ടത്. മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതങ്ങളിലൊന്ന് മനുഷ്യന്റെ ജീവിത സങ്കല്പങ്ങൾ മുഴുവൻ വെറും മനുഷ്യ കേന്ദ്രീകൃതമായി പോയി എന്നതാണ്. നമ്മൾ മനുഷ്യേതരമായ ജീവജാലങ്ങളുമായും സ്നേഹവും കരുണയും സഹാനുഭൂതിയും പങ്കുവെക്കുന്നതിലേക്ക് നമ്മുടെ ബോധത്തെ അഴിച്ചുവിടേണ്ടതുണ്ട്. അതിൽ മാത്രം പീസ്ഫുൾ ആവുന്ന ഇടങ്ങൾ നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. പക്ഷെ നമ്മൾ മനുഷ്യരിൽ മാത്രം കെട്ടപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിന് ഇഷ്ടമല്ല. കാരണം മനുഷ്യന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ മനുഷ്യരെപ്പോഴും അലഞ്ഞു തിരിഞ്ഞിരും വരും. മനുഷ്യരുടെ കൂട്ടത്തോട് മാത്രമല്ല, ഒറ്റപ്പെട്ട് പ്രകൃതിയോടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നടന്ന് അലഞ്ഞു തിരിഞ്ഞിരുന്ന അതൊക്കെ ആ സെൽസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ ഇപ്പൊ ഉണ്ട്.
കൃഷിയുമായി ബന്ധപ്പെട്ട് പിന്നീട് മനുഷ്യർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് സദാ മനുഷ്യരെ മാത്രം കണ്ട് ജീവിക്കേണ്ടി വന്നപ്പോൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഒരുപാട് കൂടുതലാണ്. ഇടയ്ക്ക് നമ്മളുടെ ശരീരത്തെ ഒറ്റക്കാക്കൽ നമ്മുടെ സമാധാനത്തിന് ആവശ്യമാണ്. ഇടയ്ക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരാളുടെ കൂടെ തന്നെ ഞാനൊരു സൈഡിലൂടെ പറയുന്നതല്ലോ, ഒരു മനുഷ്യന്റെ ശരീരത്തിനൊപ്പം മറ്റൊരു മനുഷ്യന്റെ ശരീരം ഒരു നിശ്ചിത സമയത്തിൽ കൂടുതൽ ഇരുന്നാൽ അറിയാതെ ഇറിറ്റേഷൻ വരും. എത്ര സ്നേഹത്തിലാണെങ്കിൽ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ നമ്മളൊരു സ്പേസ് ഇട്ട് കൊടുക്കണം. സ്നേഹമുള്ള മനുഷ്യരെപ്പോഴും ആ മനുഷ്യരോട് മാത്രം ചേർന്നിരുന്നാൽ അസ്വസ്ഥത ഉണ്ടാവും. ഗുരു കുടുംബം എന്ന് പറഞ്ഞിട്ടൊരു ലേഖനം എഴുതിയപ്പോൾ ആ ക്ലാസ്സിൽ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ മാത്രം സ്നേഹിച്ചാൽ മതി, കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോട് മാത്രം എപ്പോഴും സ്നേഹം തോന്നണമെങ്കിൽ നിങ്ങൾ രാവിലെ എണീറ്റ് പണിക്ക് പോകുമ്പോൾ നിങ്ങൾ ആരോടൊക്കെയാണോ ഇടപഴകുന്നത് അവരോടൊക്കെ മര്യാദക്ക് പെരുമാറി തിരിച്ചു വന്നാലേ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ കൂടെ സ്നേഹത്തിൽ ഇരിക്കാൻ പറ്റും. അതായത് സാമൂഹിക ബോധമില്ലാത്ത, സാമൂഹിക പ്രതിബദ്ധതയില്ലാത്ത, തൻ്റെ വീടിന് വെളിയിലുള്ളവരോട് പെരുമാറുമ്പോഴും അത് എൻ്റെ വീട്ടിലുള്ളവരോട് സ്വസ്ഥമായി ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്ന ഇടത്തൊക്കെ ഞാൻ പരമാവധി മര്യാദയിലും സഹാനുഭൂതിയിലും സ്വസ്ഥതയിലും പെരുമാറി കഴിഞ്ഞാൽ മാത്രമേ തിരിച്ചു വരുമ്പോൾ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ വീട്ടുകാർക്ക് സ്വസ്ഥത ഉണ്ടാവും. ഒന്നും പറയണ്ട. നമ്മൾ നമ്മുടെ വീടിന് പുറത്ത് ഒരാൾക്കെങ്കിലും ഒരു നന്മ പകർന്നു കൊടുത്താണ്, ഒരാളോടെങ്കിലും കരുണയോട് പെരുമാറിയിട്ടാണ്, ഒരാൾക്കെങ്കിലും നമ്മളിലുള്ളതിൻ്റെ ഒരു പങ്ക് പകർന്നു കൊടുത്തിട്ടാണ് തിരിച്ചു വരുന്നതെങ്കിൽ ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ പ്രസൻസ് ആ വീട്ടിലുള്ളവർക്ക് സ്വസ്ഥതയായിട്ട് മാറും. അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ആയിരിക്കും നമ്മുടെ മുഖത്ത് മുന്നിലുണ്ടാകും. കരുണയില്ലായ്മയാണ്, അരിവില്ലായ്മയാണ് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കുന്നതിൽ നിന്ന് നാം നമ്മളെ തടഞ്ഞു വെച്ചതാണ് നമ്മൾ ജീവിതത്തിൽ ഇമ്പം അനുഭവിക്കാതിരിക്കുന്നതിന് ഏറ്റവും പ്രധാനമായ കാരണം എന്നാണ് ഗുരു പറയുന്നത്. ഞങ്ങളിങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വീട്ടിൽ ഭിക്ഷക്കാർ വരും. വരുമ്പോൾ ഉമ്മ അകത്ത് പോയി ഒരു നാഴി അരി എടുത്ത് ഒരു മുറത്തിലിട്ട് പുറത്തു കൊണ്ടുവന്നിട്ട് ഞങ്ങളെ വിളിക്കും. ഞങ്ങളെ വിളിച്ചിട്ട് രണ്ടറ്റവും ഞങ്ങൾ 4 വയസ്സും 5 വയസ്സും പ്രായമുള്ള ഞങ്ങൾ കുട്ടികളെ പോലെ പിടിപ്പിക്കും. എന്നിട്ട് അവരുടെ മടിക്കുത്തഴിച്ചിട്ടാണ് അവരിങ്ങനെ കാണിക്കുക. അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. ഇപ്പോഴും എൻ്റെ തലച്ചോറില് ആ അരി ചെന്ന് വീഴുന്ന സെറുന്നുള്ള ശബ്ദം, അതങ്ങ് വീണ് കഴിഞ്ഞിട്ട് ആ അമ്മ അല്ലെങ്കിൽ അച്ഛൻ നമ്മുടെ തലയിൽ തലോടി മോനെ നന്നായി വരൂട്ടോ എന്ന് പറയും. അന്ന് എൻ്റെ ഉമ്മ എന്നോട് ഖുറാനൊന്നും അധികം ചൊല്ലി പഠിപ്പിച്ചിട്ടില്ല, മുഹമ്മദ് നബിയുടെ ചരിത്രമൊന്നും അധികം പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ഇന്നും എൻ്റെ ഉള്ളിൽ പകർന്നു കൊടുക്കുന്നിടത്താണ് നമ്മളിലുള്ളത് എന്താണോ അത് അത്യാവശ്യക്കാരായവരിലേക്ക് പകർന്നു കൊടുക്കുന്നിടത്താണ് ജീവിതത്തിന്റെ ധന്യത ഇരിക്കുന്നത് എന്ന് ഇന്നും വളരെ തൃപ്തിയോടെ ജീവിക്കുന്ന ഒരു 10 ആളെ എന്നോട് എടുത്ത് വയ്ക്കുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മാനെയാണ് പറയാം. എൻ്റെ ഉമ്മ എല്ലാ മാസവും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ്, നീ എന്ത് വിചാരിക്കുമെന്ന് എനിക്കറിയില്ല, നിന്റെ കയ്യിലുണ്ടോ എന്ന് എനിക്കറിയില്ല, തൊട്ടപ്പുറത്തെ വീട്ടിലെ അടിമുട്ടിയുടെ തെങ്ങിന്റെ മുകളിൽ നിന്ന് വീണു, അവളിപ്പോൾ സർജറി കഴിഞ്ഞ് കിടക്കാൻ എനിക്ക് ഒരു സമാധാനമില്ല, എങ്ങനെയെങ്കിലും ഒരു 15,000 രൂപ സംഘടിപ്പിച്ചായിരുന്നു. ഇന്നും ഉമ്മയുടെ ചുറ്റും ഒരു 15 ആളെങ്കിലും പ്രശ്നക്കാരായിട്ട് ഉമ്മയുടെ അടുത്ത് വരികയും ആ 15 ആൾക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ സഹായം എത്തിച്ചു കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ ഉമ്മാക്ക് ഇന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസം 30,000 രൂപയെങ്കിലും എൻ്റെ സുഹൃത്തുക്കളിൽ സംഘടിപ്പിച്ച് ഉമ്മാക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ്. ഇതെന്ത് തുടങ്ങിയതല്ല, ഉമ്മാക്ക് ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ആ ഒരു വെളിച്ചം, ആ ഒരു തൃപ്തി, ആ ഒരു സമാധാനം ഞാൻ ഉമ്മയുടെ മുമ്പിൽ എപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഈ വീടൊക്കെ വിട്ടുപോയി ഇപ്പൊ ഈ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് ഞാൻ വീട്ടിൽ താമസിക്കേണ്ടി വന്നു. അപ്പൊ ഞാനിങ്ങനെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്, ഞാൻ ആഴ്ചയിൽ 2 ദിവസം. അപ്പൊ അന്ന് വീട്ടിൽ ക്ലാസ് എടുക്കുന്ന ദിവസമാണ്. അപ്പൊ ഗൂഗിൾ മീറ്റ് ആണ്, എല്ലാവരും വീഡിയോയിൽ വന്നു. അപ്പൊ ഞാൻ എല്ലാവരോടും പറഞ്ഞത് ഞാൻ വീട്ടിലാണ്, അപ്പൊ നിങ്ങൾക്ക് ഉമ്മാടെ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ഉമ്മാക്ക് ഭയങ്കര നാണൊക്കെയാണ്, എന്നാലും ഞാൻ ഉമ്മാനെ പിടിച്ചുകൊണ്ടെന്ന് ഇരുത്തി. അപ്പൊ ഒരാളൊരു ചോദ്യം ചോദിച്ചു. ഒരു കൈലാസ് എന്ന് പറയുന്ന വടകരയിലുള്ള എൻ്റെ സുഹൃത്ത് ചോദിച്ചു, ഉമ്മ മോനിങ്ങനെ നാടൊക്കെ വീടൊക്കെ വിട്ട് ഉമ്മ
ഉമ്മാനെയും വീട്ടൊക്കെ ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ നടക്കുകയാണല്ലോ. പലരുടെ അടുത്തും പലതും പോയി പറഞ്ഞതൊക്കെ. അവൻ ഇനിയിപ്പോൾ നാളെ ഇതെല്ലാം ഉപേക്ഷിച്ച് ഈ സാമൂഹ്യ പ്രവർത്തനവും ഈ പുസ്തക എഴുത്തും ഈ പരിപാടിയൊക്കെ ഉപേക്ഷിച്ച് തിരിച്ച് ഉമ്മാടെ കൂടെ തന്നെ വന്ന് ഉമ്മാനെ നോക്കി വീടും നോക്കി ഇങ്ങനെ തന്നെ ജീവിക്കുകയാണെങ്കിൽ ഉമ്മ ഹാപ്പി ആവും. ഉമ്മ പറഞ്ഞ മറുപടി ഞെട്ടിച്ചോളഞ്ഞു. ഉമ്മ പറഞ്ഞു, ഒരിക്കലും ഞാൻ ഹാപ്പി ആവില്ല. എനിക്ക് മാത്രമായിട്ട് അവനെ വേണ്ട. പക്ഷെ അവനിങ്ങനെ ഇടയ്ക്ക് കൂടെ വന്നാൽ നിങ്ങളോടൊക്കെ ഈ ചെലവഴിക്കുന്ന അവൻ ഇടയ്ക്ക് കൂടി എൻ്റെ അടുത്ത് വരുമ്പോഴേ എനിക്ക് ഹാപ്പി ഉള്ളൂ. അത് ഈ ഗുരു പറയുന്ന അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്ന് സുഖത്തിനായി വരയണമെന്ന് പറയുന്ന ഒരു ദർശനം 100% ജീവിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ. ഉമ്മതൊന്നും വായിച്ചു പഠിച്ചിട്ടൊന്നുമില്ല. അത് അവർ ഒരിക്കൽ പോലും ഉമ്മാനെ മാത്രം, ഉമ്മയുടെ കുടുംബത്തെ മാത്രം സെന്ററാക്കി ചിന്തിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് വളരെ പീസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരാളായിട്ട് ഞാൻ ഉമ്മാനെ അനുഭവിക്കുന്നുണ്ട്. ഉമ്മ അങ്ങനെ വലിയ പ്രാർത്ഥനയുടെ ആളോ ധ്യാനത്തിന്റെ ആളോ ഒന്നല്ല, പക്ഷെ പീസ്ഫുൾ ആണ്, ഉള്ളിൽ ഒരു സ്വസ്ഥത അനുഭവിക്കുന്നുണ്ട്. നമ്മളുടെ ബോധത്തിന്റെ സ്വാസ്ഥ്യം ഇരിക്കുന്നത് എനിക്ക് ആത്മസുഖത്തിന് ആചരിക്കുന്ന എൻ്റെ ചിന്തയും എൻ്റെ വാക്കും എൻ്റെ പ്രവൃത്തിയും ഏതെങ്കിലും തരത്തിൽ എനിക്ക് ചുറ്റുപാടുമുള്ളവർക്ക് സ്വസ്ഥത നൽകുന്ന തരത്തിൽ ഞാനത് പ്രസരിപ്പിച്ചില്ലെങ്കിൽ ഒരിക്കൽ പോലും നമ്മളുടെ തലച്ചോറിൽ സ്വാസ്ഥ്യം അനുഭവിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ആധുനിക മനഃശാസ്ത്രജ്ഞന്മാരും പറയുന്നത്. കഴിഞ്ഞ 75 വർഷമായി ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ റിലേഷൻഷിപ്പ് എന്ന ഒരു സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ഗവേഷണം അവസാനം കൊണ്ടെത്തിച്ചത് ലോകത്തിലെ ഏറ്റവും പീസ്ഫുൾ ആയിട്ടിരിക്കുന്ന മനുഷ്യർ, സന്തോഷമുള്ള മനുഷ്യർ, അവരുടെ റിസർച്ചാണ്, പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയിട്ട് അവര് ഒരു നിഗമനത്തിലെത്തിയത് ബന്ധങ്ങളെ നിലനിർത്താൻ വേണ്ടി, ബന്ധങ്ങൾ കൊഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി, ബന്ധങ്ങളിലെ ഇണക്കം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി തൻ്റെ ചിന്തയെയും വാക്കിനെയും പ്രവൃത്തിയെയും സദാ ശ്രദ്ധയോടെ ഉപയോഗിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ ബ്രെയിനിനെ വാർദ്ധക്യം ബാധിക്കുന്നില്ല എന്നാണ്. അവരെ 780ഓളം ആളുകളെ വെച്ചിട്ട് 75 വർഷം മുമ്പ് തുടങ്ങിയ പരീക്ഷണമാണ്. അതിൽ കുറേ പേര് മരിച്ചുപോയി. അവസാനം ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുകയാണ്. അതിന്റെ 3ാമത്തെ ഡയറക്ടറായിട്ടിരിക്കുന്ന ആളാണ് ആ നിഗമനം മുമ്പോട്ട് വെക്കുന്നത്. ധനം സമ്പാദിക്കുന്നത് കൊണ്ടോ, ധ്യാനിക്കുന്നത് കൊണ്ടോ, പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ, അറിവ് നേടുന്നത് കൊണ്ടോ, കലാ സാഹിത്യ സംഗീതാദികൾ മുഴുകുന്നത് കൊണ്ടോ അല്ല ഒരാളുടെ ബ്രെയിൻ ഹാപ്പിനെസ് നിലനിർത്തുന്നത്. ഒറ്റപ്പെടൽ അനുഭവിക്കാതിരിക്കുന്നത്, ഏകാന്തത അനുഭവിക്കാത്തത്, തലച്ചോറിൽ ശരീരത്തിൽ വാർദ്ധക്യം ബാധിക്കുമ്പോഴും തലച്ചോറ് യൗവനയുക്തമായിരിക്കുന്നത് ബന്ധങ്ങളെ നിലനിർത്താൻ വേണ്ടി സദാ ശ്രദ്ധയോടെ ജീവിച്ച മനുഷ്യരിലാണെന്നാണ്. അതാണ് ഗുരു. അവരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തുവെന്നു എന്നും ഒരുവനും നല്ലതും അന്യന് അല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധം. നമ്മൾക്കൊന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളോട് ചേർന്നിരിക്കുന്നവരെല്ലാം എൻ്റെ ഇഷ്ടത്തിന്റെ കൂടെ നിൽക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന മനുഷ്യരാണ്. എൻ്റെ ഇഷ്ടത്തിനെതിരായി ചെറുതായി ഒന്ന് വിരലനക്കിയാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളായാലും ഭാര്യയായാലും ഭർത്താവായാലും അച്ഛനായാലും അമ്മയായാലും പൊട്ടിത്തെറിക്കുന്ന ബോധത്തിന്റെ ഉടമകളാണ് ഇപ്പോഴും നമ്മൾ. അല്ലെങ്കിൽ സമ്മതിച്ചു കൊടുക്കാത്ത ബോധത്തിന്റെ ഉടമകളാണ്. അവിടെ എൻ്റെ അഭിപ്രായം പോലെ തന്നെ അവരുടെ അഭിപ്രായത്തിനും പ്രസക്തി ഉണ്ടെന്നും എന്നെ പോലെ തന്നെ പ്രായത്തിൽ കുറഞ്ഞിരിക്കുന്നുണ്ടാവാം, വരുമാനത്തിൽ കുറഞ്ഞിരിക്കുന്നുണ്ടാവാം, ലിംഗത്തിൽ കുറഞ്ഞിരിക്കുന്നുണ്ടാവാം, അറിവിൽ പ്രശസ്തിയിൽ ഒക്കെ കുറഞ്ഞിരിക്കുന്നുണ്ടാവാം. പക്ഷെ എന്നെ പോലെ തന്നെയുള്ള വ്യക്തികളാണ് അവരെന്നും തിരിച്ചറിഞ്ഞ് എൻ്റെ ജൈവികമായ പ്രാകൃത സ്വഭാവം, യാതൊരു തുല്യതയുമില്ലാത്ത സ്വഭാവം പലതരത്തിലുള്ള പ്രതികരണങ്ങളുമായി ബോധത്തിൽ ഉണർന്നു വരുമ്പോൾ ആ അകമണയാതെ അകതാരമർത്തി ഞാൻ എൻ്റെ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപ്പുറത്തിരിക്കുന്ന എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും ഭർത്താവിനും സുഹൃത്തുക്കൾക്കും കൂടി സമാധാനം നൽകുന്ന തരത്തിൽ പ്രതികരണമായി വരാനുള്ള ഒരു ശ്രദ്ധ ഞാൻ എൻ്റെ ബോധത്തിൻ്റെ മുകളിൽ പുലർത്തുമ്പോൾ മാത്രമാണ് ഞാൻ കൊള്ളാവുന്ന മനുഷ്യനാവുക. അതിന് അകമണയാതെ അകതാരമർത്തേണ്ടതുണ്ട്. ഞാൻ ക്ഷമയോടെ ജീവിക്കേണ്ടതുണ്ട്. ഞാൻ ശ്രദ്ധയോടെ ജീവിക്കേണ്ട, ബോധപൂർവം ഞാൻ ആ കുട്ടിയെ നോക്കേണ്ടതുണ്ട്, അവരെ പരിഗണിക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഈ പോണ സ്ഥലത്തൊക്കെ പറയുന്നു. ഞാനിപ്പോൾ കഴിഞ്ഞൊരു
മുപ്പത്തേഴ് 15 പ്രഭാഷണത്തിലും പറഞ്ഞൊരു കഥയുണ്ട്. കഥയല്ല, അതുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താമെന്ന് വിചാരിക്കും. കുറച്ച് യൂട്യൂബൊക്കെ സജീവമായ സമയത്ത് ഒരു കുട്ടിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് ചെയ്യാനുണ്ട്. അവൻ്റെ അമ്മ അവനെ വിളക്ക് പറഞ്ഞപ്പോൾ അവൻ ആ മൊബൈല് അമ്മ കാണാതെ എടുത്തിട്ട് ജനലിൽ വെച്ചിട്ട് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ഞാനിതിപ്പോൾ എല്ലാവർക്കും കാണിക്കാൻ വേണ്ടി കുറേ തപ്പി, അത് കാണുന്നില്ല, ഡിലീറ്റ് ആയിപ്പോയി. ഞാൻ നാരായണഗുരുവിന്റെ ദർശനം ഏറ്റവും ആഴത്തിൽ പറയാൻ പറ്റിയൊരു കഥ പോലെയാണ് എനിക്കത് തോന്നുന്നത്. അവൻ പറയുന്നു, അവർ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഭയങ്കര സങ്കടത്തിലാണല്ലോ വന്ന് നിൽക്കുന്നത്. ഇന്ന് അമ്മയുടെ പ്രിയപ്പെട്ട ഒരു ഗ്ലാസിന്റെ കൈ തട്ടി വീണ് പൊട്ടി. അതിന് അമ്മ എന്നെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു. നിനക്കൊക്കെ ജന്മം നൽകിയ സമയത്ത് വേറെ എന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് പൊട്ടിത്തെറിച്ചിട്ട് എന്നോട് ചീത്ത പറഞ്ഞത്. അമ്മയ്ക്ക് സങ്കടമായത് എനിക്ക് മനസ്സിലാവും. പക്ഷെ എനിക്ക് അമ്മ അങ്ങനെ ചീത്ത പറഞ്ഞത് ഭയങ്കര സങ്കടം ഉണ്ടാക്കി. പക്ഷെ എൻ്റെ ചോദ്യം, ആ കുട്ടി ചോദിക്കുകയാണ്, എൻ്റെ ചോദ്യം, അമ്മയുടെ കൈ തട്ടിയാണ് ആ ഗ്ലാസ് പൊട്ടിയിരുന്നെങ്കിൽ അമ്മ എന്നെ ചീത്ത പറഞ്ഞതുപോലെ അമ്മയെ അമ്മ ചീത്ത പറയൂ? അമ്മ എന്തായിരിക്കും പറയാ? ഷോ, അറിയാതെ കൈതട്ടി പൊട്ടിയെന്നെ പറയും. ഞാൻ അറിഞ്ഞിട്ടാണോ കൈതട്ടി പൊട്ടിയത്? അമ്മ അങ്ങനെ പറയും. ഇനി അച്ഛൻ്റെ കൈതട്ടിയാണ് പൊട്ടിയതെങ്കിൽ എന്താ പറയുക? ഒരിക്കലും എന്നെ ചീത്ത പറഞ്ഞ പോലെ അമ്മ പറയില്ല. മൂന്നാമതാ കുട്ടി പറഞ്ഞതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. മൂന്നാമതാ കുട്ടി പറഞ്ഞത്, വീട്ടിലൊരു ഗസ്റ്റ് വന്നത് കരുതാം. ആ ഗസ്റ്റിന്റെ കൈ തട്ടിയിട്ടാണ് അത് വീണ് പൊട്ടിയതെങ്കിൽ അമ്മ എന്താ ചെയ്യാം? ആദ്യം ചാടി വീണ ഗസ്റ്റിനെ ആശ്വസിപ്പിക്കും. ഇവിടെ ആദ്യം ഗസ്റ്റിനോട് പറയും, നിങ്ങൾ വിഷമിക്കണ്ട, ഗസ്റ്റ് സ്വാഭാവികമായിട്ട് അസ്വസ്ഥാവൂലോ, നിങ്ങൾ വിഷമിക്കണ്ട, ഗ്ലാസ് ആയാൽ പൊട്ടും. അതിപ്പോ താഴെ വീണ് പൊട്ടിയാലും 150 രൂപ കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടും. അതുകൊണ്ട് ഇപ്പൊ നിങ്ങളുടെ ബേജാറാവേണ്ട കാര്യം, അത് വീണ് പൊട്ടി സാരില്ല, നിങ്ങളവിടെ സമാധാനമായിട്ടിരിക്കുന്നു പറഞ്ഞ് അമ്മ ചൂലക്കായി വന്ന് ആ ചൂലുകൊണ്ട് ആ ഗ്ലാസിന്റെ പൊട്ടിയതൊക്കെ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് വളരെ കൂളായി അയാളുടെ വർത്താനം പറയും. അയാൾ ഒരിക്കലും അസ്വസ്ഥമാവാൻ അനുവദിക്കില്ല. എന്താ പറയുക? എൻ്റെ ചോദ്യം, ഒരു അരമണിക്കൂർ സമയത്തേക്ക് മാത്രം വീട്ടിൽ അതിഥിയായി വരുന്ന ആ ആളോട് ഇത്ര മര്യാദക്ക് അമ്മ പെരുമാറുന്നു. ഒരു ജീവിതകാലം മുഴുവൻ കൂടെ കഴിയേണ്ട എന്നോട് എന്തിനാണ് ഇത്ര മോശമായിട്ട് പെരുമാറുന്നത്? എന്താ പറയട്ടെ? ഓഫ് ചെയ്യുന്ന ഒരു വീഡിയോ. അപ്പൊ നമ്മുടെ ഉള്ളിൽ മര്യാദയോടെ നമ്മൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു അനുഭവം ഉണ്ടായാലും നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയ ആൾ ആരാണോ അയാൾ അസ്വസ്ഥമാവാൻ അനുവദിക്കാതെ അയാളെ സ്വസ്ഥമാക്കി ഇരുത്തിക്കൊണ്ട് വളരെ ഋഷിതുല്യമായി ബുദ്ധ സമാനമായി പെരുമാറുന്ന ഒരാൾ നമ്മളുടെ ഉള്ളിലുണ്ട്. ഇല്ലാതെയല്ല, ഉണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ ഇടപഴകാൻ കഴിയുന്ന ഇടങ്ങളിലൊന്നും ബുദ്ധൻ വർക്ക് ചെയ്യില്ല. അവിടെ വർക്ക് ചെയ്യ പ്രാകൃതത്വമാണ്. അവിടെയാണ് ഗുരു പറയുന്ന അകമണയാതെ അകതാരമർത്തിടയണം എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് നമ്മളിൽ ഉണ്ടായി വരിക. അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പൊ നമ്മളിൽ ഇല്ലാതൊന്നും വരില്ല. ലോകത്ത് ഒരാളും അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവർ അപൂർവമായിട്ടേ ഉള്ളൂ. ഞാനെപ്പോഴും പറയും, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ മലർന്നു കിടക്കുന്ന കുഞ്ഞ് കമിഴ്ന്നു കിടന്ന് 2 കാലിൽ നടക്കുന്നതിൻ്റെ ഇടയിൽ എത്ര മൂക്കിടിച്ച് വീണും തലയിടിച്ച് വീണും മുട്ടിടിച്ച് വീണും എത്ര വീഴ്ചകളിലൂടെയാണ് 2 കാലിൽ നടക്കുന്നത്. അതിലൊരു വീഴ്ച പോലും തെറ്റാണെന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല, ഒരാൾ പറഞ്ഞിട്ടില്ല. ആ വീഴ്ചയിലൂടെ അല്ലാതെ 2 കാലിൽ നടക്കാൻ പറ്റില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മാത്രമല്ല, ഓരോ വീഴ്ചയെയും ആ വീഴുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ പ്രോത്സാഹിപ്പിക്കണം നമ്മൾ ചെയ്തിട്ടുള്ളത്. പ്രോത്സാഹിപ്പിച്ച് 2 കാലിൽ നടത്താനുള്ള സ്വയം ഉണരാനുള്ള അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക ചെയ്തിട്ടുള്ളത്. ഗുരുവിന് എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, വീഴുന്നത് ജൈവികമായ ഒരു തെറ്റല്ല, സ്വാഭാവികമാണ് വീഴുക എന്ന് പറയുന്നത്. എഴുന്നേറ്റ് നടക്കാതിരിക്കുക എന്ന് പറയുന്നത് മാത്രമാണ് തെറ്റ്. അതുകൊണ്ട് വീഴുന്നവരെ ഒരിക്കലും കുറ്റം പറയരുത്, അത് നേച്ചുറലാണ്. വീണെടുത്ത് തന്നെ അനങ്ങാതെ കിടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ കുറ്റം പറയാവൂ. എഴുന്നേറ്റ് നടക്കൂ എന്നാണ് പറയേണ്ടത്. നീ എന്തിനു വീണു എന്ന് ഒരിക്കലും ഒരാളോട് ചോദിക്കരുത്.
നമ്മൾ നമ്മളുടെ കുഞ്ഞുങ്ങളോട് നിരന്തരം പറയുന്നത് നീ എന്തുകൊണ്ട് തോറ്റു എന്നാണ്. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരോടും പറയുന്നത്, നമുക്ക് താഴെയുള്ള എല്ലാവരോടും പറയുന്നത് നീ തോറ്റതിനാണ് നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒപ്പവും മുകളിലുള്ള ഒരാളുടെ കുറവും നമ്മൾ കുറവായി പറയുകയല്ല ചെയ്യാം. അത് സാരമില്ല, നമുക്ക് ശരിയാക്കാമെന്ന് പറയാം. നമുക്കൊപ്പത്തിനൊപ്പവും നമുക്ക് മുകളിലുമുള്ള ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തതായി നമ്മൾ അനുഭവിക്കുമ്പോൾ കൂടുതൽ നമ്മൾ പറയാം സാരമില്ല, എന്ന് വിഷമിക്കണം, നമുക്ക് ശരിയാക്കാം, നമുക്ക് നോക്കാം, ഡോണ്ട് വറി എന്ന് പറയും. നമുക്ക് നോക്കാം, ഡോണ്ട് വറി. എന്താണ് നമുക്ക് നമ്മുടെ താഴെയുള്ളവരോട് പറയാൻ പറ്റാത്തത്? കാരണം നമ്മൾ ജാതിയിൽ ഇപ്പോഴും ഫാസിസ്റ്റുകളാണ്. നമ്മൾ ജാതി ഭേദമുള്ളവരും മതദ്വേഷമുള്ളവരാണ്. കാരണം നമുക്ക് നമ്മളെ താഴെ നിൽക്കുന്ന ഒരാളെയും നമ്മുടെ അഭിപ്രായത്തിന് വ്യത്യസ്തവും വിരുദ്ധവുമായ എന്ത് പറഞ്ഞാലും ദ്വേഷം വരും. നമുക്ക് കുട്ടികളോട് ദ്വേഷം വരും. നമുക്ക് അവരെ കുറഞ്ഞവരായിട്ട് തോന്നുന്നു. സഹോദരരായിട്ട് ഒരേ ഉദരത്തിൽ നിന്ന് പിറന്നു വന്ന തുല്യതയുള്ളവരായിട്ട് പെരുമാറാൻ അനുഭവിക്കാൻ നമ്മുടെ തലച്ചോറിന് കഴിയുകയില്ല. അവിടെയാണ് ഒരു പ്രാക്ടീസ്. അതാണ് ഗുരു പറയുന്നത്, ഒരുവനും നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടേണം. അരുളില്ലയതെങ്കിൽ അസ്ഥിതോൽ സ്ഥിരം നാറുന്ന ഒരുടമ്പുദാനം. ഇതാണ് അരുളെന്ന് പറയുന്നത്. നമ്മൾ നാച്ചുറലായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് പ്രാകൃതത്വമാണ്. ഒരാൾക്കൊരാളോട് സ്നേഹം തോന്നുമ്പോൾ പോയി സ്നേഹിക്കുന്നത് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അപ്പുറത്ത് സ്നേഹിക്കാൻ ആളില്ലെങ്കിൽ നമ്മൾ വിവരറിയും. സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. നമ്മൾ പറയില്ലോ, എനിക്ക് സ്നേഹം വരുമ്പോൾ ഞാൻ സ്നേഹിക്കും, ദേഷ്യം വരുമ്പോൾ ഞാൻ ദേഷ്യപ്പെടും, എനിക്ക് നാച്ചുറലായിട്ട് ഇരിക്കാനേ പറ്റും, മഹത്വം പറയണ പോലെ. പക്ഷെ ബാക്കിയുള്ളവർ അങ്ങനെ ചെയ്താൽ, ബാക്കിയുള്ളവർ ദേഷ്യം പിടിക്കുമ്പോൾ നമ്മളോട് ദേഷ്യപ്പെട്ടാൽ നമ്മളത് സംഭവിക്കും. സ്നേഹം വരുമ്പോൾ സ്നേഹിക്കാൻ ഒരാളെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ശ്വാസം മുറ്റി മരിച്ചു പോകും. നമ്മൾക്ക് സ്നേഹം വരുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് സ്നേഹം പകർന്നു കൊടുക്കുന്നതിനെ അല്ല സ്നേഹം എന്ന് പറയുന്നത്. നമ്മൾ ഏത് മൂഡിലായിരിക്കുമ്പോഴും നമ്മുടെ കരുതൽ ആവശ്യമുള്ള ഒരാൾ നമ്മുടെ മുൻപിൽ വന്നാൽ, നമ്മുടെ ഒരു സ്പർശം ആവശ്യമുള്ള ഒരാൾ നമ്മുടെ മുൻപിൽ വന്നാൽ, നമ്മുടെ മൂഡിനെ മാറ്റിവെച്ച് ആ ആളുടെ ആവശ്യത്തിന് പരിഗണന കൊടുത്ത് ഒരുവനും നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധമാണെന്ന് തിരിച്ചറിഞ്ഞ് എൻ്റെ മൂഡിപ്പോൾ നല്ലതല്ല എന്നതുകൊണ്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ ഞാൻ കാണാതിരിക്കരുത് എന്ന് മനസ്സിലാക്കി അകമണയാതെ അകതാരമർത്തി എൻ്റെ മൂഡ് പുറത്തേക്ക് വരാതെ അതിനമർത്തി അപ്പുറത്തിരിക്കുന്നത് ഒരു കുട്ടിയാവട്ടെ ആരും ആവട്ടെ അവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതിലേക്ക് ഞാൻ എന്നെ ഉണർത്തിക്കൊണ്ട് പോകുമ്പോഴാണ് ഞാൻ കൊള്ളാവുന്ന മനുഷ്യനാകുന്നത്. അത് ചെയ്യാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അത് വളരെ നാച്ചുറലായിട്ട് ചെയ്ത ഒരു ജീവിതകാലം മുഴുവൻ നാരായണ ഗുരുവിന്റെ ജീവിതം ചെറിയ പ്രായം മുതൽ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മൊത്തം കാണാൻ കഴിയുന്ന ഒരൊറ്റ കാര്യം, അദ്ദേഹത്തിന്റെ ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഒരു ശത്രുപക്ഷമില്ലായിരുന്നു. അപ്പുറത്തൊരു ശത്രുവിനെ വെച്ചിട്ട് തന്റെ ശരി സ്ഥാപിക്കുന്ന ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ടല്ലാതെ. മനുഷ്യൻ അവന്റെ അറിവില്ലായ്മ കൊണ്ടും ശീലം കൊണ്ടും നിവൃത്തികേട് കൊണ്ടും ആണ് അധപ്പതിച്ചിരിക്കുന്നതെന്നും അവനെയും കൂടി ചേർത്ത് എല്ലാവരെയും ഒരുമിച്ചാണ് ചേർത്ത് കൊണ്ടുവരേണ്ടത്. ജാതിബോധം ഇല്ലാതാവണം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ്യ ബോധം ഇല്ലാതാവണം എന്നല്ല, എല്ലാ ജാതിബോധവും ഇല്ലാതാവണം എന്നാണ് പറയുന്നത്. എല്ലാ ജാതിയും ഇല്ലാതെയായി മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജാതി വ്യവസ്ഥയിലേക്ക് മനുഷ്യബോധം ഉണരണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഞാൻ എന്നോട് തന്നെ സമരം ചെയ്തു തുടങ്ങുക. അവനവനോട് നിരന്തരം സമരം ചെയ്യാതെ ഒരാൾക്കും അവരനോട് സഹകരിക്കാൻ കഴിയില്ല എന്ന ഒരു വലിയ അറിവാണ് ഈ അകമണയാതെ അകതാരമർത്തിടണം എന്നതിൽ ഗുരു പറയാൻ ശ്രമിക്കുന്നത്. ഫരീദുദ്ദീൻ പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾക്കൊരു ശത്രു നിർബന്ധമാണെങ്കിൽ ആദ്യം അത് നിങ്ങൾ തന്നെ ആയിരിക്കട്ടെ. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുന്ന വാക്കാണത്, അവരവരോട് സമരം ചെയ്യാത്ത ഒരാൾക്കും അവരനോട് സഹകരിക്കാൻ കഴിയില്ല. അത്രയേ ഉള്ളൂ നമ്മൾ മനുഷ്യർ. അറിവിൽ നമ്മൾ മഹത്വമുള്ളവരായിരിക്കാം, പക്ഷെ അരിവിൽ പലപ്പോഴും നമ്മൾ വളരെ കുറവുള്ളവരാണ്.
കുട്ടികളോട് മര്യാദയോടെ തന്നെ പോലെ തന്നെ വ്യക്തിയായി കണ്ട് പെരുമാറാൻ തുടങ്ങുന്നിടത്ത് നിന്നാണ്. ഗുരുനിത്യ പറയുന്നുണ്ട്, ഒരു കുഞ്ഞ് നിങ്ങളുടെ മുന്നിൽ ഒന്ന് സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കാതെ ആ കുഞ്ഞിന് പറയാനുള്ളത് മുഴുവൻ കേട്ടിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ പൂർണ്ണ ശ്രദ്ധയോടെയാണ് കുട്ടിയെ കേൾക്കുന്നതെങ്കിൽ ഒരു 5 മണിക്കൂറൊക്കെ തുടർച്ചയായി പറയാനുള്ള കഥ കുട്ടിക്കുണ്ടാവും. നിർത്തൂല, പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ അത്ഭുതപ്പെടും. ടോട്ടോച്ചൻ വായിച്ചിട്ടുള്ളവർക്കൊക്കെ അതറിയാം. നമ്മൾ ടോട്ടോച്ചനിലെ അധ്യാപകനെ സ്നേഹിക്കുന്നവരാണ്. പക്ഷെ നമുക്ക് ആ അധ്യാപകന്റെ 7 അയലത്തെത്താൻ പറ്റുന്നില്ല എന്നാണ്. ഇതൊരു കുട്ടിയോട് മാത്രമല്ല, നമ്മൾ നിരന്തരം നമ്മളെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എപ്പോഴും നമ്മളെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്നത് അപ്പുറത്തിരിക്കുന്നവർ കേൾക്കണം എന്നുള്ള നമ്മളുടെ മനോഭാവത്തെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഞാനിനി കുറച്ച് സമയം അവർ പറയുന്നത് കേൾക്കട്ടെ എന്ന മനോഭാവത്തോടെ നമ്മുടെ മക്കളെ, നമ്മുടെ വീട്ടിൽ നമ്മളെക്കാൾ കുറഞ്ഞവർ എന്ന് കരുതുന്നവരെ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞവരെന്ന് കരുതി നമ്മൾ മാറ്റി നിർത്തിയിട്ടുള്ളവരെ കേൾക്കാനും അവരുടെ ഒപ്പം പ്രവർത്തിക്കാനും അവരെയും കൂടി ചേർത്ത് പിടിക്കാനും അവരിലേക്ക് അങ്ങോട്ട് കടന്നു ചെന്ന് അവർക്കൊപ്പം ചേർന്ന് നിൽക്കാനും കഴിയുന്ന ഒരു വ്യക്തിയെയും സമൂഹത്തെയും പ്രപഞ്ചത്തെയും രൂപപ്പെടുത്തിയെടുക്കാനുള്ള സമത്വത്തിൻ്റെ ഏറ്റവും കൊള്ളാവുന്ന അരിവിൻ്റെ ഒരു വഴി നമുക്ക് തുറന്നു തന്ന നല്ലൊരു മനുഷ്യനാണ്. മനുഷ്യൻ ഇങ്ങനെയാണെങ്കിൽ കൊള്ളാം എന്ന് നമ്മളെ തോന്നിപ്പിച്ച, നമ്മുടെ അടുത്ത കാല ചരിത്രത്തിൽ ജീവിച്ച ഒരു കൊള്ളാവുന്ന മനുഷ്യനായിട്ടാണ്